എല്ലാ പ്രിയമുള്ളവർക്കും ക്രിസ്തീയ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച 15 തൊട്ട് 23 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ കുറച്ച് വേഗത്തിലാണ് കടന്നുപോയത്. ആ ഭാഗത്തെക്കുറിച്ച് ഒന്ന് ടച്ച് ചെയ്ത് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ 15 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങൾ ഒന്നാം അധ്യായത്തിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. അപ്പോസ്തലനായ പൗലോസിന്റെ ആ കർത്താവിനെ കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു കാര്യം ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്ന ആ ഒരു രീതിയിൽ അദ്ദേഹം എങ്ങനെയാണ് ദൈവത്തെ കാണുന്നതും മറ്റുള്ളവർ എങ്ങനെയായിരിക്കണം ദൈവത്തെ കാണുന്നത് എന്നൊരു കാര്യത്തെക്കുറിച്ചാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തിനും ദൈവത്തിൻ്റെ ആ ഒരു ദൈവത്തിലുള്ള വിശ്വാസത്തിനും അപ്പോസ്തലനായ പൗലോസ് ഈ ഭാഗങ്ങളിൽ 15 തൊട്ട് 19 വരെയുള്ള ആ ഭാഗങ്ങളിൽ ദൈവത്തിന് നന്ദി പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ അവിടെ ആ ഭക്തനായ മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. 16-ാമത്തെ വാക്യം പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ, അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് അത് നമുക്ക് അടുത്ത വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഹൃദയത്തിൻ്റെ ദൃഷ്ടി തുറക്കണം. അപ്പോൾ നമ്മുടെയൊക്കെ ഹൃദയത്തിന് എന്തുണ്ടാകണം? നമുക്ക് പുറത്ത് മാത്രമല്ല, നമ്മൾ ആ ഒരു കാര്യത്തെ ഞാൻ വചനത്തിലൂടെ തന്നെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, കേൾക്കുന്ന ചെവി കൊണ്ട് മാത്രമല്ല, കാണുന്ന കണ്ണുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ഹൃദയം കൊണ്ടും ചില കാര്യങ്ങൾ നമ്മൾ വിവേചിക്കുവാൻ പഠിക്കണം. ഇന്ന് ഞാൻ ഒരു സഹോദരിയുമായിട്ട് സംസാരിച്ച സമയത്ത്, അമ്മേൻ സോറി ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ഒരു പ്രവചന ആത്മാവ് ഉണ്ടാകണം. എന്താണ് പ്രവചന ആത്മാവ്? പ്രവചന ആത്മാവ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി വരുമ്പോൾ ആ വ്യക്തിയെ വിവേചിക്കുവാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ പലപ്പോഴും ആ ഒരു കാര്യം ഇല്ലാതെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് എന്ത് നടക്കുന്നത്? കാപട്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ അവിടെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ആ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെക്കുറിച്ചുള്ള ആ ചിന്തയിൽ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യണം? അത് പ്രകാശിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഭക്തൻ അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. അവിടെ പറയുക, അവിടെ പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കണം. എന്നിട്ട് പറയുവാണ്, അടുത്ത വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അത് കുറച്ച് ഡീപ്പായിട്ടുള്ളൊരു തലമാണ് എന്ന് പറഞ്ഞാൽ ആ 18-ാമത്തെ വാക്യത്തിൽ നമുക്ക് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണുവാൻ സാധിക്കും. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എന്തിനാണ് നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കേണ്ടത് എന്നതിനുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ കാണുവാൻ സാധിക്കും. അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുവാൻ സാധിക്കുന്നത്, അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബല്ലവത്തിൻ്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്. ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കൊരു ആശയുണ്ടാകും, നമുക്കൊരു പ്രത്യാശ ഉണ്ടാകും, അല്ലേ? വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്, അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇന്ന് ആശ അറ്റുപോകുമ്പോഴാണ്. ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ 27-ാം അധ്യായത്തിൽ 276 ആളുകൾ ഒരു യാത്ര ചെയ്യുമ്പോൾ അവിടെയുള്ള ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ ആശ അറ്റുപോയി. അപ്പോൾ നമ്മുടെയൊക്കെ ആശ അറ്റുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ക്ലാസ്സിൻ്റെ അകത്തിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് തിരിച്ച് പിടിക്കേണ്ട സമയം കൂടെ അതിക്രമിച്ചിരിക്കുന്നു. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആശയില്ലാതിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊരു ചിന്ത ഇല്ലാതിരിക്കുന്നത്. അപ്പോൾ ഭക്തനായ ആ മനുഷ്യൻ ആ ദൈവസഭയോട് പറയുവാണ്, എന്ത് ചെയ്യണം? നിങ്ങൾക്കൊരു ആശ ഉണ്ടാകണം, ആ ആശയെക്കുറിച്ച് മനസ്സിലാക്കണം. അതിനുശേഷമായിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്, വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം. ഈ ലോകത്തിലെ ധനത്തെക്കുറിച്ചല്ല അവിടെ പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്കുള്ള ആ വലിയ രക്ഷയെക്കുറിച്ച്, ആ വലിയ അനുഭവത്തെക്കുറിച്ചാണ് മഹിമാധനം എന്ന് പറയുന്ന ഒരു കാര്യത്തിലൂടെ അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അതിനുശേഷമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, അതിൻ്റെ 19-ാമത്തെ വാക്യത്തിലൂടെ വരുമ്പോൾ ഒരു കാര്യം ഇങ്ങനെ, അവൻ്റെ ബല്ലവത്തിൻ്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല ദൈവം എന്ത് ചെയ്യുന്നത്? നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല, മനുഷ്യൻ പ്രവർത്തിക്കുന്നത് പോലെയല്ല ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നൊരു ചിന്ത ഇന്ന് ഉണ്ടാകണം. അവിടെ പറയുന്നൊരു വാക്കുണ്ട്, അളവറ്റ വലിപ്പം.
അപ്പോൾ നമുക്ക് മനുഷ്യൻ്റെ എൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ താങ്കളുടെ വെയിറ്റ് നമുക്ക് അളക്കാൻ പറ്റും. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ആ കാര്യം അത് നമുക്ക് ചിന്തിക്കുവാൻ പറ്റുന്നതിനപ്പുറം. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ യെശയ്യാ പ്രവാചകനിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്, അവൻ്റെ പദ്ധതികൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്ന് ഇരിക്കുന്നത് പോലെയാണ്. എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ നമ്മുടെ ദൈവത്തെ ഒരു പരിമിതി ഇട്ടാണ് കാണുന്നത്. എന്നാൽ ആ പരിമിതിയുടെ അനുഭവങ്ങൾക്ക് എന്തുണ്ടാകണം? ഒരു മാറ്റം ഉണ്ടാകണം. നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാ, എൻ്റെ ദൈവത്തിന് ഇത്രയൊക്കെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, അല്ലേ, എൻ്റെ ദൈവം ഇത്രയേ പ്രവർത്തിക്കത്തുള്ളൂ. നമ്മളായിട്ടിട്ടിരിക്കുന്ന ചില എക്സ്പയറി ഡേറ്റുകളുണ്ട്. ഇപ്പോൾ ഒരു രോഗിയോട് പറഞ്ഞാൽ, അദ്ദേഹത്തോട് പറയുക, ഡോക്ടർ പറയുക, നീ ഇത്ര ദിവസത്തിനുള്ളിൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന കാര്യം എന്താ? നമ്മുടെ ഉള്ളിലോട്ട് കേൾക്കുന്ന കാര്യം എന്തുവാ? നമ്മൾ അതിനെ പ്രാധാന്യം കൊടുക്കത്തുള്ളൂ. പക്ഷേ ഇന്ന് ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു കാര്യം സംസാരിക്കട്ടെ. നമ്മളെ അളവറ്റ വലിപ്പം, നമുക്ക് അളക്കാൻ പറ്റത്തില്ല ദൈവത്തിൻ്റെ പ്രവൃത്തി. ആ അളവറ്റ വലിപ്പം മനസ്സിലാക്കിയ പ്രിയമുള്ളവരാണ് ഇന്ന് ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത് എന്ന കൃത്യമായ ബോധ്യം എനിക്ക് ഉണ്ട്. അത് നമ്മൾ കാണുന്നത് പോലെ മാനുഷികമല്ല. അമേഴ്സ് വളരെ വേഗത്തിൽ അവിടെ നിന്ന് ഞാൻ മുന്നോട്ട് കടന്നു പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറയുക, കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ഈ 3 കാര്യങ്ങൾ, ആശ, അതുപോലെ ആ മഹിമാധനം, അതുപോലെ കർത്താവിൻ്റെ വലിപ്പം, ഇത് ആ എഫേസ്യ സഭ അറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടാണ്? ഇത് എപ്പോഴും പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്. അർത്തിമസിന്റെ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എന്ന് പറഞ്ഞാൽ അവർ അർത്തിമസിൽ നിന്ന് പുറത്തോട്ട് വന്നു, അല്ലെ? അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, അവർ എന്ത് ചെയ്തു? അവരുടെ പുസ്തകങ്ങൾ കത്തിച്ചു. പക്ഷേ ഈ പുസ്തകങ്ങൾ കത്തിച്ചപ്പോഴും അവർക്ക് എന്തുണ്ടായി? ചില സംശയങ്ങളുണ്ടായി. അടുത്തത് എങ്ങനെയാ? വിശ്വാസ ജീവിതത്തിലായിരിക്കുന്ന നമുക്ക് സംശയമില്ലേ? പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നില്ലല്ലോ, ആരാധിച്ചിട്ട് നടക്കുന്നില്ലല്ലോ, ഉപവസിച്ചിട്ട് നടക്കുന്നില്ലല്ലോ, ചില കാര്യങ്ങൾ, ചില സംശയങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ ദൈവജനത്തിൻ്റെ ഇടയിൽ അത്തരത്തിലുള്ള സംശയങ്ങൾ വന്നപ്പോൾ അദ്ദേഹം പറയുവാണ്, നിങ്ങൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ആശയുണ്ട്. ഒന്നൊരു മഹിമാധനമുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ വലിയൊരു ശ്രേഷ്ഠതയുണ്ട്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് എപ്പോഴും ഓർക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുശേഷമായിട്ടാണ് 19-20 വാക്യത്തിൽ കാണുന്ന ആ ഒരു കാര്യം, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവിടെ പറയുവാണ്, നമ്മൾ ചിലത് അറിയണം, നമ്മളെ ചില കാര്യങ്ങൾ അറിയണം. എന്നിട്ട് 20-ാമത്തെ വാക്യം കണ്ടിന്യൂ ആയിട്ട് പറയുക, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും ചെയ്തു. ഇത് ഫിലിപ്പിയ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഫിലിപ്പിയ ലേഖനത്തിൽ 2-ാം അധ്യായം അത് ആരംഭിക്കുന്നത് വളരെ മനോഹരമായ ഒരു തിയോളജി പറഞ്ഞുകൊണ്ടാണ്. ആ തിയോളജി ഇങ്ങനെ, കെനോസിസ് എന്നാണ് ആ തിയോളജിയെ പറയുന്നത്. കെനോസിസ് എന്ന് പറഞ്ഞാൽ സെർവൻറ്റ്, മറ്റൊരാളെ സേവിക്കുക. 2-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ആ ഒരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും. 5-6 വാക്യങ്ങളെ നമ്മൾ പറയുന്നൊരു വാക്കാണ് കെനോസിസ്. ഞാൻ ഇതിലത് ആഡ് ചെയ്തിട്ടില്ല. കെനോസിസ്, KENOSIS, KENOSIS, കെനോസിസ് എന്ന് പറഞ്ഞാൽ സെർവൻറ്റ്, ദാസ്യം. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ഈ ലോകത്തിലോട്ട് വരികയും നമുക്ക് വേണ്ടി ജീവിക്കുകയും ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ അവൻ സഞ്ചരിക്കുകയും അതിനുശേഷമായി ഉയർത്തെഴുന്നേൽക്കുകയും ഇന്നും ജീവിക്കുകയും ചെയ്യുന്ന തലം. എന്ന് പറഞ്ഞാൽ കർത്താവിന് അങ്ങനെ ഭൂമിയിലോട്ട് ഇറങ്ങി വരേണ്ട യാതൊരു കാര്യവുമില്ല. എന്നാൽ ആ 20-ാമത്തെ വാക്യത്തെ നമുക്ക് കണക്ട് ചെയ്ത് കാണുമ്പോൾ ഒരു കാര്യം ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഒരു ആത്മീകമായ മർമ്മം കൂടെ ഞാൻ കൈമാറട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ചില പ്രതീക്ഷകളൊക്കെ നശിച്ചിട്ടുണ്ടാകും, ചില പ്രത്യാശകളൊക്കെ അവസാനിച്ചിട്ടുണ്ടാകും. പക്ഷേ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച യേശുവിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നുവെങ്കിൽ ആ മരിച്ച വിഷയത്തിനകത്ത് നമ്മൾ ചിന്തിക്കണം, അതിനെ നമ്മളെ ഒതുക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് ആ ഒരു നിലവാരത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന് കൊടുക്കുന്ന പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ നമുക്ക് 19-20 വാക്യത്തിൽ കാണുവാൻ സാധിക്കും. ഒന്ന്, ഭയത്തിൻ്റെ മുകളിലുള്ള ആധിപത്യം. നമ്മളെയൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ചില ഭയങ്ങളാണ്. നാളെ എന്താകും, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ എന്താകും, എൻ്റെ ഭാവി എങ്ങനെയാകും, അല്ലെ? സദൃശ്യവാക്യത്തിൽ പറയുന്നൊരു വളരെ മനോഹരമായ ഒരു വാക്ക് ഇങ്ങനെയാണ്, നാളത്തെ ദിവസത്തെ ചൊല്ലി പ്രശംസിക്കരുത്. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ നമ്മൾ എന്തോ ചിന്തിക്കുന്നത്? നാളെ, എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യൻ ടൈം 6:48 6:50 നമ്മുടെ കർത്താവ് വന്നെന്ന് വെച്ചു. 6:50 നമ്മുടെ കർത്താവ് വന്നാൽ, അല്ലെങ്കിൽ 6:50 നമ്മുടെ മരണം സംഭവിച്ചാൽ എത്ര പേർക്ക് കർത്താവിനെ കാണാൻ പറ്റും? ആ ഒരു ചിന്തയായിരിക്കണം നമ്മൾ ഭരിക്കേണ്ടത്.
എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ പല കാര്യങ്ങളും ഉണ്ട് എങ്കിലും ആമേൻ സ്തോത്രം ചെയ്യുന്നു, അതിനേക്കാൾ ഉപരിയാണ് കർത്താവിന് എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. വളരെ വേഗത്തിൽ ഞാൻ ആ ഭാഗത്തുനിന്ന് മുന്നോട്ട് പോകട്ടെ. ഈ 2 വാക്യങ്ങളിൽ 4 കാര്യങ്ങൾ കാണുന്നു. 1, ഭയത്തിന്റെ മുകളിലുള്ള ആധിപത്യം. 2, പാപത്തിന്റെ മുകളിലുള്ള ആധിപത്യം. എന്തുവാ പാപത്തിന്റെ മുകളിലുള്ള ആധിപത്യം? പാപമില്ലാത്ത കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് പാപിയായി തീർന്നു. അപ്പോൾ പാപത്തിന്റെ മുകളിൽ ഒരു ആധിപത്യം, അതിനുശേഷമായിട്ട് അദ്ദേഹം ആ ഒരു ബലഹീനതയിലുള്ള ഒരു ആധിപത്യം. കർത്താവ് യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് ലോകം വിധി എഴുതിയപ്പോൾ അതിന്റെ മുകളിലും കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്തു? പുറത്തോട്ട് വന്നു. ഞാൻ ഈ ഭാഗം കുറച്ച് വേഗത്തിൽ കടന്നു പോകുന്നത് കഴിഞ്ഞ തവണ നമ്മൾ എടുത്തത് കൊണ്ടും അടുത്തൊരു സെക്ഷൻ അത് വളരെ ഭംഗിയായിട്ട് തുടങ്ങുവാനുള്ളത് കൊണ്ടാണ് കുറച്ച് വേഗത്തിൽ മുന്നോട്ട് പോകുന്നത്. അതിനുശേഷമായിട്ട് ആത്മീക മേഖലയിൽ തന്നെ ഒരു വിജയക്കൊടി കർത്താവ് കൊണ്ടുവരുന്നൊരു കാര്യമാണ് നമുക്ക് ഈ 19-20 കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ 4 കാര്യങ്ങൾ അവിടെ കണ്ടു. അതിനുശേഷമായിട്ട് 21 തൊട്ട് 23 വരെ അപ്പോസ്തലനായ പൗലോസ് കർത്താവായ യേശുക്രിസ്തുവിന് കൊടുക്കുന്ന ഒരു പ്രയോറിറ്റി ഉണ്ട്. എല്ലാത്തിനേക്കാളും മുകളിൽ കർത്താവായ യേശുക്രിസ്തു. ഇന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റുമോ? എൻ്റെ പണത്തിനേക്കാൾ മുകളിലാ കർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഞായറാഴ്ച പള്ളി കൃത്യമായിട്ട് പോയേനെ അല്ലേ? നമ്മുടെ ജോലിയേക്കാൾ വലുതാ കർത്താവ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തേനെ? ജോലിക്ക് മുമ്പ് കർത്താവിൻ്റെ സന്നിധിയിലോട്ട് കടന്ന് പോയേനെ. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 21 തൊട്ട് 23 വരെ എല്ലാ അധികാരത്തേക്കാൾ, എല്ലാ ശക്തിയേക്കാൾ, എല്ലാത്തിനേക്കാൾ മുകളിലായിട്ട് ക്രിസ്തുവിനെ കാണിക്കുന്ന ഭക്തനെ കാണുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ക്രിസ്തു, അത് നമ്മൾ പഠിക്കും, ക്രിസ്തുവാണ് സഭയുടെ ഹെഡ് അല്ലെങ്കിൽ തല എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ ആ ഒരു ഭാഗത്തെ ഒരു കാര്യത്തിലൂടെ ഇങ്ങനെ സംസാരിച്ച് മുന്നോട്ട് പോകട്ടെ. നമുക്കെന്ന് കാണാൻ പറ്റുമോ? ക്രിസ്തുവിനെ നമ്മുടെ ചിന്തകളേക്കാൾ വലുതായി കാണാൻ പറ്റുമോ? ക്രിസ്തുവിനെ നമ്മുടെ വിചാരങ്ങളേക്കാൾ വലുതായി കാണാൻ പറ്റുമോ? ക്രിസ്തുവിനെ നമ്മുടെ പ്രശ്നങ്ങളേക്കാൾ കാണുവാൻ സാധിക്കുമോ? ഞാൻ പലപ്പോഴും മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ നാളെയെക്കുറിച്ച് വല്ലാതെ ഭാരപ്പെടുമ്പോൾ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇന്നലത്തെ ദൈവപ്രവൃത്തിയാണ്. അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദ ക്വസ്റ്റ്യൻസ് അബൌട്ട് ടുമാറോ ആൻസേർഡ് ബൈ ദ മെമ്മറീസ് ഓഫ് പാസ്റ്റ് എന്ന് പറഞ്ഞാൽ നാളെയെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടുമ്പോൾ അതിൻ്റെ ഉത്തരമാണ് ഇന്നലെ വരെ ദൈവം നടത്തിയത്. എന്നിട്ടും ചില സമയത്ത് നമ്മൾ ഭയപ്പെടാറില്ലേ? എന്നിട്ടും ചില സമയത്ത് നമ്മൾ ഭാരപ്പെടാറില്ലേ? പക്ഷെ ഇന്ന് ഈ ക്ലാസ് നമ്മൾ തുടങ്ങുമ്പോൾ ആമേൻ പറഞ്ഞു 1-ാമത്തെ അധ്യായം അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കർത്താവ് എല്ലാത്തിനേക്കാളും വലുതാ. ഒന്ന് ഹൃദയത്തിൻ്റെ അവിടെ കൈ വെച്ചിട്ട് പറയാൻ പറ്റുമോ? എൻ്റെ പ്രശ്നത്തെക്കാൾ വലുതാ എൻ്റെ യേശു, എൻ്റെ രോഗത്തെക്കാൾ വലുതാ എൻ്റെ യേശു, എൻ്റെ ഭാരങ്ങളെക്കാൾ വലുതാ എൻ്റെ യേശു. അങ്ങനെ പറയുവാൻ കഴിയുന്നുവെങ്കിൽ അവിടെ ഉയർത്തുന്നത് യേശുവിൻ്റെ നാമമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഭയമാണ്, പലപ്പോഴും നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് രോഗമാണ്, പലപ്പോഴും നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ചില എക്സ്പയറി ഡേറ്റുകളാണ്. പക്ഷേ അതിൻ്റെ മുകളിൽ ആമേൻ പറഞ്ഞു. അതുകൂടെ കഴിഞ്ഞ തവണ ആമേൻ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം, ഭക്തൻ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം വരുന്നത് പർവ്വതത്തിൽ നിന്നല്ല. ഒരു സമയത്ത് ആ മനുഷ്യൻ ചിന്തിച്ചു പർവ്വതത്തിൽ നിന്നാണ് സഹായം വരുന്നത്. എന്നാൽ അദ്ദേഹം അവിടെ ഒന്ന് പോസ് ചെയ്തിട്ട് പറയുക, അല്ല, എൻ്റെ സഹായം വരുന്നത് പർവ്വതത്തെ ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പല വിഷയങ്ങളും നമ്മൾ പർവ്വതമായിട്ട് കാണുന്ന പരിപാടി നിർത്തിയാൽ ആമേൻ സ്വർണ്ണു അവിടെ തന്നെയാ പലതിൻ്റെയും വിജയം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകട്ടെ. കഴിഞ്ഞ 40 ദിവസമായിട്ട് ഒരു മനുഷ്യൻ ഇസ്രായേലിയുടെ മധ്യ ഇങ്ങനെ വന്ന് നിൽക്കുക. ആ മനുഷ്യൻ പറയുവാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ, നമ്മൾ പറയുന്ന പോലെ തന്നെയാണ്, ആരെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് തൊട്ട് നോക്ക്. പക്ഷെ എന്നാ സംഭവം എന്ന് വെച്ചാൽ ഈ പേടി കഴിഞ്ഞ 40 ദിവസമാണ് ഇസ്രായേൽ ജനത്തിനിടയിൽ കയറിയേക്കുക, ഗോലിയാത്ത് എന്ന് പറയുന്ന മനുഷ്യൻ. പക്ഷേ ഭക്തനായ ആ ദൈവമനുഷ്യനായ ദാവീദ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ യുദ്ധം ചെയ്യുന്നത് ഒരു ഗോലിയാത്തിന്റെ നാമത്തിലല്ല, ഞാൻ യുദ്ധം ചെയ്യുന്നത് ഒരു ശൗലിന്റെ നാമത്തിലല്ല, ഞാൻ യുദ്ധം ചെയ്യുന്നത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിലാണ്. എന്ന് പറഞ്ഞാൽ പ്രശ്നത്തെ പ്രശ്നമായി കാണുന്നതിന് പകരമായിട്ട് പ്രശ്നത്തിന്റെ മധ്യേ ദൈവത്തെ കാണുവാൻ നമ്മൾ പഠിക്കണം. വളരെ വേഗത്തിൽ ഞാൻ അവിടെ നിന്ന് മുന്നോട്ടേക്ക് കടന്ന് പോകട്ടെ. അതിനുശേഷമായിട്ട് നമ്മൾ FAC ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ ഒരു സമ്മറി എന്നോണം നമ്മൾ പഠിച്ച കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് എന്തുണ്ട്? ഒരു പൊസിഷൻ ഉണ്ട് എന്നൊരു കാര്യം നമ്മൾ പഠിച്ചു. അവിടെ പ്രധാനമായിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നും അത് കർത്താവിൻ്റെ ഒരു കുടുംബത്തിലോട്ട് നമ്മളെ ക്ഷണിച്ചതാണെന്നും അതുപോലെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണെന്നും നമ്മൾ പഠിച്ചു. അങ്ങനെ 1-ാം അധ്യായം കഴിഞ്ഞ് ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഇന്ന് കുറച്ച് ഇല്ലുസ്ട്രേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ടേക്ക് കടന്നു പോകുന്നൊരു സെക്ഷനാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് PPF അല്ലെങ്കിൽ PSC.
അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ എന്തായിരിക്കും വരിക? ഈ PPF എന്ന് പറയുമ്പോൾ PPF എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആകെ കേട്ടിരിക്കുന്ന കാര്യം എന്താ പറയുക? PDF എന്നായിരിക്കും അല്ലേ? PDF അല്ലേ? PPF എന്ന് പറഞ്ഞാൽ എന്തോ ആയിരിക്കും, അല്ലെങ്കിൽ PSC എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്നൊരു ചിന്ത ഇപ്പോൾ ഹൃദയത്തിൽ വന്നിട്ടുണ്ടോ? PPF ഇന്നത്തെ ടോപ്പിക് അതാണേ. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഷോർട്ട് ഫോമിലൂടെ പഠിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിൽ എന്ത് വരും? ആ കാര്യം ഓർക്കും. PSC എല്ലാവർക്കും അറിയാമോ? PSC എല്ലാവർക്കും അറിയാമോ? പബ്ലിക് സർവീസ് കമ്മീഷൻ. അതല്ല, അത് നമ്മൾ പഠിക്കും. PSC എന്ന് പറഞ്ഞാൽ നമ്മളിത് പഠിക്കാൻ പോവുക. അപ്പോൾ ഞാനൊരു ഉദാഹരണത്തിലൂടെ ഈ രണ്ട് കാര്യത്തിൽ നിന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മനസ്സ് ഫ്രീ ആക്കണം. നിങ്ങൾ PPFനെ കുറിച്ചും വിടണം, PSCനെ കുറിച്ചും വിടണം. ഇത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തുമായിരിക്കും? എൻ്റെ പൊന്ന ദേവദാസൻ, ഇതെങ്ങനെ വിടാനാണ്? ആ രണ്ട് വാക്ക് ഉള്ളിൽ ഇങ്ങനെ കുത്തി നിൽക്കുക. ആ വിഷയം ഒന്ന് നിങ്ങൾ വിടുക. ഞാൻ അതിലോട്ട് ഞാൻ മടങ്ങി വരാം. അവിടെ മീൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനൊരു ഇല്ലുസ്ട്രേഷനോട് കാണിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. എന്താണ് PPF അല്ലെങ്കിൽ PSC എന്ന് പറഞ്ഞാൽ? ഒരു മനുഷ്യൻ ഒരു ക്രിട്ടിക്കലായ സിറ്റുവേഷനിൽ ICUയിൽ കിടക്കുകയാണ് എന്ന് ചിന്തിക്കുക. ഈ ഇമേജിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഒരു മനുഷ്യൻ വല്ലാതെ തകർന്ന് കിടക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ആ സമയത്ത് അടുത്തൊരു ഇമേജിൽ കാണുവാൻ സാധിക്കും, ഒരു കൂട്ടം ഡോക്ടർമാർ വരികയാണ്. അവരെന്ത് ചെയ്യുകയാണ്? അദ്ദേഹത്തിന് വേണ്ടതായ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അദ്ദേഹം പുറത്തു വരുമെന്നോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനകത്ത് മാറ്റം ഉണ്ടാകുമെന്നോ ഒരിക്കലും പറയാൻ പറ്റാത്ത ഒരു തലമാണ്. പക്ഷേ ആ സമയത്ത് വളരെ ക്രിട്ടിക്കൽ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശസ്ത്രക്രിയ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിനകത്ത് ഡോക്ടർമാർ എന്ത് ചെയ്യുന്നു? ചില കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. അതിനുശേഷമായിട്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും, ആ മനുഷ്യൻ എന്ത് ചെയ്തു? റിസ്റ്റോർ ചെയ്തു. ആ പ്രശ്നത്തെ അതിജീവിച്ച് അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഈ കാര്യത്തെയാണ് PPF അല്ലെങ്കിൽ PSC എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തായിട്ടുണ്ടാകില്ല? ആ വാക്ക് മനസ്സിലായിട്ടുണ്ടാകില്ല. ഇനി ഞാനത് വളരെ സുരഞ്ജിത വേഗത്തിൽ പ്രിയമുള്ള ഉള്ളിലോട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു തരാം. എന്താണ് PPF? എന്താണ് PSC? PPF എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. 3 കാര്യങ്ങൾ. നമ്മൾ ഇന്ന് നമ്മുടെ സ്റ്റഡി ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു രീതിയിലായിരിക്കും. എന്താണ് നമ്മുടെ പാസ്റ്റ്? നിങ്ങൾക്ക് PPF എന്ന് എഴുതിയതിന് ശേഷമായിട്ട് അതിൻ്റെ ഫുൾ ഫോം കൊടുക്കാം. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ഇത് ഇംഗ്ലീഷ് ക്ലാസ് അല്ല കേട്ടോ. ഇതൊരു ഗ്രാമർ ക്ലാസ്സും അല്ല. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ എന്ത് ചെയ്യണ്ട, വറീഡ് ആകണ്ട. ഞാൻ ആ കാര്യം പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിലൂടെയാണ് ഇനി നമ്മുടെ ടോപ്പിക്ക് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അറ്റൻഷൻ എനിക്ക് വേണം. ഇന്ന് നമ്മളൊരു 4 ഇല്ലുസ്ട്രേഷൻ ചെയ്യും. ആ ഇല്ലുസ്ട്രേഷനോട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലോട്ട് 2-ാം അധ്യായത്തിൽ നിന്ന് പകർന്ന് നൽകുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരും റെഡി ആണെങ്കിൽ ഒരു തംസപ്പ് ഒന്ന് കാണിക്കാവോ? എനിക്ക് ആരുടെ മുഖം കാണുന്നില്ല. ഒരു തംസപ്പ് ഒക്കെ ഒന്ന് സ്ക്രീനിൽ നിന്ന് കാണിച്ച് ഒന്ന് റെഡി ആയിട്ടൊരു ഒരു പഞ്ചോട് കൂടിയിട്ട് ഇരുന്നാട്ടെ. ക്യാമറയ്ക്ക് ഓണാക്കാൻ പറ്റുന്ന പ്രിയമുള്ളവരൊക്കെ ഒന്ന് ഓണാക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് പഠിക്കാൻ പോകുക. അപ്പോൾ ആദ്യത്തെ കാര്യം, PPF എന്ന് പറഞ്ഞാൽ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ഭൂതം, വർത്തമാനം, ഭാവി. അപ്പോൾ നമ്മളെല്ലാം ഇന്ന് ഈ പരിപാടി ഇല്ല എങ്കിലും നമ്മൾ എവിടെ പോകും? ചിലരുടെ അടുത്ത് കൂടി ചോദിക്കും, ഒന്ന് പ്രാർത്ഥിക്കാമോ? എൻ്റെ ഭൂതം ഒന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ വർത്തമാനം അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ ഭാവി ഒന്ന് പറഞ്ഞു തരാമോ? അല്ലേ, നമ്മളിടയ്ക്ക് ചോദിക്കുന്ന കാര്യം ഇറക്കി ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കും. PSC എന്ന് പറഞ്ഞാൽ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ല. അത് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ഡെഫിനിഷൻ, പ്രോബ്ലം, സൊല്യൂഷൻ, കൺക്ലൂഷൻ. പ്രോബ്ലം, സൊല്യൂഷൻ, കൺക്ലൂഷൻ. പ്രിയമുള്ളവർ എൻ്റെ കൂടെ വരുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുക. കുറച്ച് വേഗത്തിൽ ഇവിടെ നിന്ന് ഞാൻ മുന്നോട്ടേക്ക് കടന്നു പോകുക. PPF അല്ലെങ്കിൽ PSC, ഇതിലൂടെയാണ് നമ്മുടെ സ്റ്റഡി ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നത്. PPF എന്ന് പറഞ്ഞാൽ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. നമ്മുടെ ഭൂതം, വർത്തമാനം, ഭാവി. PSC എന്ന് പറഞ്ഞാൽ പ്രോബ്ലം, സൊല്യൂഷൻ, കൺക്ലൂഷൻ. ഞാൻ ആ കൺക്ലൂഷൻ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് പ്രിയമുള്ളവർ ആഡ് ചെയ്യുക. പ്രോബ്ലം, സൊല്യൂഷൻ. നമുക്കൊരു പ്രശ്നമുണ്ട്, അതിനൊരു സൊല്യൂഷൻ ഉണ്ട്, അതിനൊരു കൺക്ലൂഷൻ ഉണ്ട്. പ്രിയമുള്ളവർ എൻ്റെ കൂടെ വരുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുക. ഇനി നമ്മൾ 2-ാമത്തെ അധ്യായത്തിലോട്ട് പോകുമ്പോൾ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ 2-ാം അധ്യായത്തിൽ നിന്ന് പഠിക്കാൻ പോവുക. 2-ാം അധ്യായം എന്ന് പറയുന്നത് ഒരു ശ്മശാനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഭവനത്തിലേക്കുള്ള യാത്രയാണ്. 2-ാം അധ്യായം നമ്മളത് അടുത്ത സെക്ഷനിൽ അത് ഡീപ്പായിട്ട് നമ്മൾ സംസാരിക്കും. 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം അത് തുടങ്ങുന്നത് തന്നെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന എന്ന് പറയുന്ന ഒരു കാര്യമാണ്. 3 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഞാനിവിടെ കൈമാറുന്നത്. 1-ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായം ഒരു ശ്മശാനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഭവനത്തിലോട്ട് പോകുന്ന ഒരു ലേഖനമാണ്. അത് നമ്മൾ ഡീപ്പായിട്ട് സംസാരിക്കും.
അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് എന്തുണ്ടാകും പ്രിയമുള്ളവരെ? ചില മരണം ഉണ്ടാകും, ചില ശ്മശാനങ്ങൾ ഉണ്ടാകും. പക്ഷെ അതിൽ നിന്നെല്ലാം നമ്മൾ പോകുന്ന ഒരു ഭവനമുണ്ട്. അതാണ് 2-ാം അധ്യായത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. പ്രിയമുള്ളവർക്ക് ക്ലിയർ ആകുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുക. സ്പീഡ് കൂടുന്നുണ്ടോ? നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? കൂടെ വരാൻ പറ്റുന്നുണ്ടോ? അതോ സ്പീഡ് ഞാൻ കുറയ്ക്കണോ? ഒന്ന് സംസാരിക്കാമോ? ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു സെക്ഷനിലൂടെ ഞാനൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു പോവുകയാണ്. അടുത്തത് നമ്മൾ ചില ഇല്ലസ്ട്രേഷനിലൂടെ കാര്യങ്ങൾ പ്രൂവ് ചെയ്യും. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെയാണോ? നമ്മൾ FESC ലേഖനത്തിൽ നിന്ന് പഠിക്കാൻ പോകുന്നത് 2 വാക്കുകളാണ്. PPF എന്ന് പറഞ്ഞാൽ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. നമ്മുടെ ഭൂതം, വർത്തമാനം, ഭാവി. അതിനുശേഷമായിട്ട് PSC എന്ന് പറയുന്നത്, ഇതൊക്കെ നമ്മൾ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് പോകുന്നത്. PSC പ്രോബ്ലം, സൊല്യൂഷൻ, കൺക്ലൂഷൻ. അതിനുശേഷമായിട്ട് നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 2-ാം അധ്യായത്തിൽ നിന്ന് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ FESC ലേഖനം ഇത് ഒരു ശ്മശാനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഭവനത്തിലേക്കുള്ള യാത്രയാണ്. ഒരു ശ്മശാനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഭവനത്തിലേക്കുള്ള യാത്രയാണ്. അപ്പം ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരാണോ ഇവിടെ ഇരിക്കുന്നത്? യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരാണോ ഇതിനകത്ത് ഇരിക്കുന്നത്? നിങ്ങളുടെ മുഖം കണ്ട യാത്ര ചെയ്യാനുള്ളൊരു മൂഡൊന്നുമല്ല എന്ന് ചിന്തിക്കുക. അപ്പോൾ യാത്ര പോകാനുള്ള റെഡിയായിട്ട് നമ്മളിരിക്കണം. നമ്മൾ ചിന്തിക്കുക, ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നമ്മൾ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും നമുക്ക് പ്രിയ ജെയിനാൻറ്റി ഒരു ട്രിപ്പ് ക്രമീകരിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ജെയിനാൻറ്റി രാത്രി മെസ്സേജ് ഇട്ടു, രാവിലെ ഇത്ര മണിയാകുമ്പോൾ എല്ലാവരും വരണം, ഇന്ന സാധനങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുക. ആ യാത്രയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രിയമുള്ളവർ യാത്രയ്ക്ക് റെഡി ആണെങ്കിൽ ഒരു തംസപ്പ് എന്ന് കാണിച്ചാട്ടെ. ഇതൊക്കെ എന്തിനാന്ന് വെച്ചാൽ നിങ്ങളൊന്ന് എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ യാത്ര തുടങ്ങാൻ പോവുക. മീൻസ് അതിൻ്റെ 2-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡേഴ്സ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ പുറമ്പോക്കായിരുന്ന, വില കൽപ്പിക്കാതിരുന്ന ഒരു കൂട്ടം ആളുകൾ ദൈവത്തിൻ്റെ ഭവനത്തിലായി. വില കൽപ്പിക്കാതിരുന്ന ഒരു കൂട്ടം ആളുകൾ ദൈവത്തിൻ്റെ ഭവനത്തിലായി. ഈ കാര്യമൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അർത്തിമോസിനെ കുറിച്ചും അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ച കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ എന്തുണ്ടാകണം? നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അപ്പോൾ ഒരു കാലഘട്ടം വരെ അവരെവിടെയായിരുന്നു? പുറത്തായിരുന്നു. ഒരു കാലഘട്ടം വരെ അവർ മറ്റുള്ളവരുടെ മുമ്പാകെ ഒരു ഐഡന്റിറ്റി ഇല്ലാതെയായിരുന്നു ജീവിച്ചത്. എന്നാൽ അതിൽ നിന്ന് അവരെ ദൈവത്തിൻ്റെ ഒരു ഭവനത്തിലോട്ട് കൊണ്ടുവരുന്നതാണ് 2-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. അതിനുശേഷമായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളും പറഞ്ഞ് നമ്മളൊരു ഇല്ലുസ്ട്രേഷനിലൂടായിരിക്കും കടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അവിടെ കാണുവാൻ സാധിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. 3-ാമത്തെ പോയിന്റ്, ഇത് ആരംഭിക്കുന്നത് ഒരു സെമിത്തേരിയിലാണ്. പക്ഷേ അത് അവസാനിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു വിശുദ്ധ സ്ഥലത്താണ്. ആരംഭിക്കുന്നത് സെമിത്തേരിയിലാണ്, പക്ഷേ അത് അവസാനിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു വിശുദ്ധ സ്ഥലത്താണ്. മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കട്ടെ. ഞാൻ ഒന്നുകൂടി ആ ഒരു 3 പോയിന്റ് പറയാം. FESC ലേഖനം 2-ാമത്തെ അധ്യായം ഇതൊരു യാത്രയാണ്. ഒരു ശ്മശാനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഭവനത്തിലോട്ടുള്ള യാത്ര. 2-ാമത്തെ കാര്യം, പുറമേ ഉണ്ടായിരുന്ന ആളുകളെ ദൈവത്തിൻ്റെ ഭവനത്തിലോട്ട് നയിക്കുന്നതാണ് 2-ാമത്തെ ലേഖനം എന്ന് 2-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. 3-ാമത്തെ കാര്യം, ഒരു സെമിത്തേരിയിൽ നിന്ന് ഒരു വിശുദ്ധ സ്ഥലത്തേക്ക് നയിക്കുന്ന തലമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഞാൻ മുന്നോട്ടേക്ക് കടന്നു പോയിക്കോട്ടെ. ഇനി നമ്മൾ FESC ലേഖനത്തിൻ്റെ ചാപ്റ്റർ സമ്മറിയാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്താണ് FESC ലേഖനം 2-ാം അധ്യായത്തിൽ ഡീൽ ചെയ്യുന്നത്? ഞാനിത് എക്സ്പ്ലെയിൻ അടുത്ത സെക്ഷനിലേ ഡീൽ ചെയ്യത്തുള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു ഹെഡിങ് പോലെ പറഞ്ഞു പോകുകയാണ്. FESC ലേഖനത്തിൻ്റെ ഒരു സമ്മറി നമുക്ക് നോക്കുമ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങൾ, 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങൾ അത് പാപത്തിൽ മരിച്ചിരിക്കുന്ന ഒരു തലത്തെ കാണിക്കുന്നു. പാപത്തിൽ മരിച്ചിരിക്കുന്ന ഒരു തലത്തെ കാണിക്കുന്നു. പാപത്താൽ മരിച്ചിരിക്കുന്ന ഒരു തലം. 2-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഇതിന് ശേഷമാണ് ഈ നോട്ട് കർത്താവിൻ്റെ ദാസിക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അവിടെ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ജസ്റ്റ് ഞാൻ ടച്ച് ചെയ്ത് പോയാൽ മാത്രമേ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനിലോട്ട് കടന്നു വരാൻ പറ്റുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക. 2-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്യം, പാപത്തിൽ മരിച്ചിരിക്കുന്ന അനുഭവം. പാപത്തിൽ മരിച്ചിരിക്കുന്ന അനുഭവം. അതിൻ്റെ 4 തൊട്ട് 10 വരെയുള്ള വാക്യം, കൃപയാലുള്ള
രക്ഷപ്പെടൽ. കൃപയാലുള്ള രക്ഷപ്പെടൽ. നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ചില ഡിസ്കഷൻസ് നമുക്കുണ്ട് ഇന്ന്. കൃപയാലുള്ള രക്ഷ. കൃപയാലുള്ള രക്ഷ. 2-ാം അധ്യായത്തിൻ്റെ 4 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ. 11 തൊട്ട് 18-ാമത്തെ വാക്യം വരെ ക്രിസ്തുവിലുള്ള ഐക്യത. ക്രിസ്തുവിലുള്ള ഐക്യത. ക്രിസ്തുവേശുവിലുള്ള ഐക്യത എന്ന് പറയുന്ന കാര്യം 2-ാം അധ്യായത്തിൻ്റെ 11 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഞാനിങ്ങനെ ഈ ചാപ്റ്റർ സമ്മറി എന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ പ്രിയമുള്ളവരെ, ആ ചാപ്റ്റർ സമ്മറി നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ആ ചാപ്റ്ററിനെ കുറിച്ച് വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ 1-ാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, പാപത്താൽ മരിച്ചിരിക്കുന്ന അനുഭവം 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങൾ. അതുപോലെ കൃപയാൽ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് 4 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ കൊടുക്കാം, സേവ്ഡ് ബൈ ഗ്രേസ്. സേവ്ഡ് ബൈ ഗ്രേസ്. നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും കാര്യം കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് സ്പേസ് വിട്ടാൽ മതി. ഇതിന് ശേഷമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ നോട്ട് ഞാൻ അയച്ചു തരുമ്പോൾ നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്യാം. അതിനുശേഷമായിട്ട് 11 തൊട്ട് 18 വരെ ക്രിസ്തുവേശുവിലുള്ള ഐക്യത. ക്രിസ്തുവേശുവിലുള്ള ഐക്യത. യുണൈറ്റഡ് ഇൻ ക്രൈസ്റ്റ്. യുണൈറ്റഡ് ഇൻ ക്രൈസ്റ്റ്. അതിനുശേഷമായിട്ട് 2-ാം അധ്യായത്തിൻ്റെ 19 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം. ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം. ഗോഡ്സ് ഹോളി ടെമ്പിൾ. ഗോഡ്സ് ഹോളി ടെമ്പിൾ. ഈ കാര്യമാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ അത് പറഞ്ഞോട്ടെ. 1 തൊട്ടുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പാപത്താലുള്ള മരണമാണ്. 4 തൊട്ട് 10 വരെ കാണുവാൻ സാധിക്കുന്നത് കൃപയാലുള്ള രക്ഷപ്പെടലാണ്, അല്ലെങ്കിൽ രക്ഷപ്പെട്ട അനുഭവമാണ്. 11 തൊട്ട് 18 വരെ കാണുവാൻ സാധിക്കുന്നത് ക്രിസ്തുവിലുള്ള ഐക്യതയാണ്. 19 തൊട്ട് 22 വരെ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കാണിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. എത്ര പേർക്ക് പറയാൻ പറ്റും ഞാൻ ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് പറയാൻ പറ്റുമോ? അമേൻസ് ചെയ്യുന്നു. ആ ഒരു പ്രാഗൽഭ്യം ഉണ്ടോ? ക്രിസ്തുവേശുവിലാൽ ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സംഗീതത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, അത്ഭുതകരമായിട്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ദൈവം എന്നെ അത്ഭുതകരമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നത് ഞാൻ വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല, അനേകർക്ക് അത്ഭുതമാകുവാൻ വേണ്ടിയിട്ടാണ്, അനേകർക്ക് ആശ്രയമാകുവാൻ വേണ്ടിയിട്ടാണ്. 10-ാമത്തെ വാക്യം ഒന്നുകൂടെ ഞാൻ വായിക്കട്ടെ. അവിടെ പറയുക, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഒരു കാര്യം ഞാൻ അവിടെ തുറന്നു പറഞ്ഞോട്ടെ. ചില സമയത്തൊക്കെ നമ്മൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും ഇരിക്കുക. ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ സെക്ഷൻ നിങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാകുന്ന രീതിയിൽ കുറച്ച് ഇല്ലുസ്ട്രേഷനിലൂടെ വരും. അപ്പോൾ നമ്മളൊക്കെ ചില സമയത്ത് ഭയങ്കര ഭാരത്തോടെ ആയിരിക്കുക, എന്തോ അടുത്ത് നടക്കാൻ പോകുന്നത്, അല്ലേ, എന്തോ ഇനി സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ആ വാക്യം പറയാൻ നമുക്കൊരു ഉറപ്പ് തരുമോ? എന്തെന്നറിയാമോ? നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുക. മനസ്സിലാകാൻ പറ്റുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ ദൈവം നമുക്ക് വേണ്ടി മുന്നൊരുക്കി എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ജനിക്കുന്നതിന് മുമ്പ്, നമ്മൾ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉളവാകുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടിയിട്ട് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ചില കാര്യങ്ങളെ ഞാനൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞോടെ. പല ആൻറ്റിമാരും പല സഹോദരിമാരും കണ്ണാടി വെച്ചിട്ടുണ്ട്. ഞാനൊരു ചെറിയ എക്സാമ്പിൾ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരട്ടെ. ഈ കണ്ണാടി വെച്ചേക്കുന്നത് എവിടെയാണ് വെച്ചേക്കുന്നത്? ചെവിയിലാണ്, അല്ലേ? ചെവിയിൽ ആ കണ്ണാടിയുടെ അതിൻ്റെ അറ്റം പോയി നിൽക്കുന്നത്. അത് മൂക്കിലാകാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കും, ഈ പുള്ളിക്കാരൻ ചോദ്യം തുടങ്ങി, എന്തുകൊണ്ടാണ് മൂക്കിലാകാത്തത്? അത് വെക്കേണ്ട ഒരു സ്ഥലമുണ്ട്, അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളാരും കണ്ണാടി വെക്കുന്നുള്ളതും കർത്താവിന് അറിയാമോ? ഇല്ല. പക്ഷെ കർത്താവിനറിയാം ഒരു സമയത്ത് കണ്ണാടി വെക്കേണ്ടി വന്നാൽ അത് എവിടെ വെക്കണം. അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചേ, ഈ കണ്ണാടി വെക്കാൻ ചെവി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നേനെ? സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കേണ്ടി വന്നേനെ. അപ്പോൾ കർത്താവ് നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? നമുക്ക് വേണ്ടതായ കാര്യത്തെയും കൂടെ ഓൾറെഡി അത് ആ ഒരു വാക്യത്തെ ഞാൻ ഒറ്റ കാര്യത്തിലൂടെ പറയട്ടെ, കേൾപ്പാൻ ചെവി ഉള്ളവർ കേൾക്കട്ടെ. അത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ ചെവി ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല, അല്ലേ? അപ്പോൾ ഇനി നമ്മൾ ചെറിയൊരു ഇല്ലസ്ട്രേഷനിലോട്ട് പോവുക. പ്രിയമുള്ളവരെല്ലാവരും ഒരു പേപ്പർ എടുക്കണം. ഒരു പേപ്പർ എടുത്തതിന് ശേഷമായിട്ട് ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങളൊന്ന് ചെയ്യണം. ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ സെൻട്രലായിട്ടൊരു ഡോട്ട്, നിങ്ങൾ ഒരു കാണുന്ന രീതിയിലൊരു ഡോട്ട് നിങ്ങൾ വരയ്ക്കണം.
നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു പേപ്പർ എടുത്തതിന് ശേഷമായിട്ട് ഇനി കുറച്ച് പേപ്പറുകളൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ചില ഇല്ലുസ്ട്രേഷനൊക്കെ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു പേപ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഡോട്ട് ഇടണം. ആ ഡോട്ട് ഇട്ടത് ഈ നമ്മുടെ ക്യാമറയിൽ നിന്ന് കാണിക്കാൻ പറ്റൂ? ഒരു പേപ്പറിൽ, ഒരു ബ്ലാങ്ക് പേപ്പറിൽ ഒരു ഡോട്ട് ഇട്ടത് ക്യാമറയിൽ ഒന്ന് കാണിക്കാൻ പറ്റൂ? ഓക്കെ, ഇത് നമുക്ക് അറിയുന്ന ഒരു ഇല്ലുസ്ട്രേഷനാണ്. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണമേ. ഇപ്പോൾ ആ പേപ്പറിൽ എന്താ കാണാൻ പറ്റുന്നത്? ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമോ? പേപ്പറിൽ എന്താ കാണാൻ പറ്റുന്നത്? പേപ്പറിൽ എന്താ കാണാൻ പറ്റുന്നത്? ഡോട്ട്. പക്ഷെ ആ പേപ്പറിൽ ബാക്കി എന്തുണ്ട്? ആ പേപ്പറിൽ ബാക്കി എന്തുണ്ട്? വൈറ്റ് ഉണ്ട്. നമ്മൾ വൈറ്റ് കാണുന്നില്ല. നമ്മൾ എന്താ ചെയ്തത്? ഡോട്ടെ കണ്ടത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രശ്നമാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെള്ളയുള്ള ഒത്തിരി ഭാഗം ഉണ്ടാകും. പക്ഷെ നമ്മൾ കാണുന്നത് എന്തുമായിരിക്കും? അവരുടെ നമ്മുടെ ജീവിതത്തെ നമ്മൾ നോക്കത്തില്ല. നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ നേരെ വിരലി ഊണ്ടിയിട്ട് പറയും ഒരു ഡോട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഇനി ഞാൻ പറയുന്ന കാര്യം ഇതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഉണ്ടാകണം. അവിടെ ആ ഡോട്ട് ടച്ച് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഡോട്ട് ടച്ച് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ അതിലൂടെ റൗണ്ട് വരയ്ക്കണം. ഞാൻ ആ സ്ക്രീനിൽ അത് കാണിച്ചിട്ടുണ്ട്. ആ ഡോട്ട് ടച്ച് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു റൗണ്ട് വരയ്ക്കണം. ആ റൗണ്ട് വരച്ചെങ്കിൽ റൗണ്ട് കറക്റ്റ് എക്സാക്റ്റ് റൗണ്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു റൗണ്ടാണെന്ന് തോന്നിയാൽ മതി, അല്ലെങ്കിൽ ചതുരാണെങ്കിലും മതി. നമുക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ പെട്ടെന്ന് റൗണ്ട് വരയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ വരച്ച ആ ഒരു കാര്യം, റൗണ്ട് ആയിക്കോട്ടെ, അത് ത്രികോണമായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പക്ഷെ അത് ടച്ച് ചെയ്ത് നിങ്ങൾ എന്ത് വരച്ചാലും അതൊന്ന് സ്ക്രീനിൽ കാണിക്കാമോ? ആ റൗണ്ട് ടച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഡോട്ട് ടച്ച് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ എന്തോ കാണാൻ പറ്റുന്നത്? ഇപ്പം എന്താ കാണാൻ പറ്റുന്നത്? റൗണ്ടാണ് കാണാൻ പറ്റുന്നത്. ഡോട്ടിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ പാസ്റ്റ്, നമ്മുടെ പ്രസൻറ്റ്, നമ്മൾ കടന്നു പോകുന്ന സാഹചര്യത്തിൻ്റെ അകത്ത് ഇതുപോലെ വലിയ കുറേ ഡോട്ടുകൾ നമുക്കുണ്ടായിരുന്നു. കുറേ ഡോട്ടുകളായിരുന്നു നമ്മുടെ ലൈഫ്. പക്ഷെ ആ ഡോട്ടിനെ ദൈവം എന്ത് ചെയ്തു? ആ ഡോട്ടുകളെ ചേർത്ത് അതിൻ്റെ അകത്താക്കി. എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവർ കാണാത്ത രീതിയിൽ ദൈവം നമുക്ക് വേണ്ടി കാണിച്ചു. അതാ ക്രൂശിൽ നമുക്ക് വേണ്ടിയിട്ട് അവസാനത്തുള്ള രക്തം വരെ ചിന്തിയത്. ആ കറുത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ, ചില കറുത്ത രാത്രികളില്ലേ? ചിലർ പറഞ്ഞു കേട്ടേക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, എൻ്റെ ജീവിതത്തിൽ ചില ഇരുണ്ട രാത്രിയുണ്ട് അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തുണ്ട്? ഇരുണ്ട രാത്രിയുണ്ട്. ആരോടും പറയാൻ പറ്റാത്ത രാത്രി, ആരോടും പറയാൻ പറ്റാത്ത സ്ട്രഗിളിലൂടെ നമ്മൾ കടന്നുപോയ രാത്രി. പക്ഷേ നമ്മുടെ ലൈഫ് അതുപോലെയായിരുന്നു, ഡോട്ട് പോലെയായിരുന്നു. പക്ഷേ ആ ഡോട്ടിനെ ആയിരുന്നു പലപ്പോഴും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ രാത്രിക്കാലം ദൈവാത്മാവിടെ വിടുക, ഡോട്ടിനെ ഹൈലൈറ്റ് ചെയ്യേണ്ട, അത് കവർ ചെയ്യുന്ന ക്രിസ്തുവിനെ ഇന്ന് നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. ഇന്ന് എത്ര പേർക്കൊന്ന് പറയാൻ പറ്റും, കർത്താവേ എൻ്റെ ജീവിതത്തിനകത്ത് ആ ഒരു കാര്യം നമ്മുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ തന്നെ, കർത്താവേ ഞാൻ മറ്റുള്ളവരുടെ ഡോട്ട് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട്, കർത്താവ് എന്നോടൊന്ന് ക്ഷമിക്കാമോ? കർത്താവ് മറ്റുള്ള ജീവിതത്തിലെ കുറവുകളും ഞാൻ നോക്കാൻ പോയിട്ടുണ്ട്, കർത്താവ് എന്നോടൊന്ന് ക്ഷമിക്കാമോ? ഈ സമയത്ത് അടുത്ത സെക്ഷൻ വളരെ പ്രധാനപ്പെട്ട സെക്ഷനിലോട്ട് കടക്കാൻ പോവുക. അതിന് മുമ്പായിട്ട് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചില ഡോട്ടുകൾ കിടക്കുന്നുണ്ട്. മറ്റുള്ളവർ ഹൈലൈറ്റ് ചെയ്യുന്ന ചില ഡോട്ടുകൾ കിടക്കുന്നുണ്ട്. മറ്റുള്ളവർ നമുക്ക് നന്മ ചെയ്താലും നമ്മൾ കാണുന്ന എന്തുമായിരിക്കും? അവർ ചെയ്യുന്ന കുറവായിരിക്കും. പക്ഷേ ആ വൈറ്റ് സ്പേസ് നമുക്ക് കാണിച്ചിരുന്ന കാര്യമുണ്ട്. അത്രയും വൈറ്റ് സ്പേസ് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ആ വൈറ്റിലോട്ടും കൂടെ നമുക്ക് നോക്കാൻ പറ്റണം. ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക. സ്വർഗീയ നല്ല പിതാവേ, അപ്പോൾ ഞങ്ങൾ അടുത്ത സെക്ഷനിലോട്ട് കടക്കുന്നതിന് മുമ്പ് ചില ഡോട്ടുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ കിടക്കുന്നുണ്ട്. എന്നാൽ അതിനെ കർത്താവേ ഇന്ന് അത് മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടിയതായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞതായിരിക്കാം, ഞങ്ങളെ തന്നെ ഞങ്ങൾ നെഗറ്റീവായി കണ്ടതായിരിക്കാം. ഈ രാത്രികാലം സകല ഡോട്ടുകളും, സകല വലിയ പ്രശ്നങ്ങളും അത് മാറുവാനിടയാത്തിരണം. അടുത്ത സെക്ഷനിലും കർത്താവ് അതിലൂടെ കടക്കുന്നതിന് മുമ്പ് ദൈവാത്മാവ് ഞങ്ങളോട് സംസാരിച്ചാട്ടെ. സകല മാനവും സകല മഹത്വവും ഞങ്ങളുടെ ദൈവത്തിന്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എന്തിനാണ് നമ്മൾ ആ ഡോട്ട് ഇട്ടതെന്നറിയാമോ? നമ്മുടെ ജീവിതം നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ആ റൗണ്ട് വരച്ചത് എന്തിനെന്നറിയാമോ? ആ റൗണ്ടിലൂടെ ആ ഡോട്ട് നമ്മൾ എന്ത് ചെയ്തു? കവറപ്പ് ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മൾ ആരും കുറ്റബോധം പേറിയിരിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നൊരു കാര്യമാണ്. യവനക്കാരുടെ ഇടയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഒരു യവനക്കാരനാണ് ഞാൻ. വ്യക്തമായൊരു ഐഡൻറ്റിറ്റി ഇല്ല, അടുത്തത് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. പക്ഷെ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട് കേട്ടോ. ആ ഐഡൻറ്റിറ്റി ക്രിസ്തുവിലാണ്. ആ ഐഡൻറ്റിറ്റി ക്രിസ്തുവിലുണ്ടെങ്കില എത്ര വലിയ പ്രശ്നം വന്നാലും, എത്ര വലിയ കുലുക്കം വന്നാലും, എത്ര വലിയ തടസ്സങ്ങൾ വന്നാലും, എത്ര വലിയ കാറ്റുകൾ അടിച്ചാലും നമ്മൾ തകരത്തില്ല. ആ ഒരു കാര്യത്തെ ഞാൻ ഒന്നുകൂടെ വചനത്തിലൂടെ തന്നെ കണക്ട് ചെയ്ത് പറഞ്ഞാൽ, അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായത്തിൽ
ആ ഒരു മനുഷ്യൻ പറയുന്ന കാര്യം പൗലോസ് പറയുക, ഇന്നലെ രാത്രി ദൈവത്തിൻ്റെ ദൂതൻ എന്നോട് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഭയപ്പെടേണ്ട, ഒന്നും സംഭവിക്കത്തില്ല. ആ മനുഷ്യൻ 276 പേര് യാത്ര ചെയ്യുക. അപ്പോൾ ആ ഭയപ്പെടേണ്ട പൗലോസ് എന്ന് പറയാൻ കാരണം എന്തുവാ? പൗലോസ് ഭയപ്പെട്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ. പൗലോസും കൂടെ ഭയപ്പെട്ട് പോയാൽ ആ കപ്പല് ഉള്ള എല്ലാവരുടെ സ്ഥിതി എന്തോ 14 ദിവസമായിട്ട് അവിടെ കാറ്റില്ല, 14 ദിവസമായിട്ട് വെളിച്ചമില്ല, 14 ദിവസമായിട്ട് അവർ ഭയങ്കര സ്ട്രഗിളിലാണ്. പക്ഷെ ആ സമയത്ത് ഭക്തനോട് ദൈവത്തിന് ദൂതം വന്നുകൂടെ, പൗലോസേ നീ ഭയപ്പെടേണ്ട കേട്ടോ. ആ ധൈര്യമാണ് പൗലോസ് 276 ആളുകളോട് പറയുന്നത്, ഭയപ്പെടേണ്ട. നമുക്ക് പറയാൻ പറ്റൂ, മറ്റുള്ളവരോട് പറയാൻ പറ്റൂ, ഭയപ്പെടേണ്ട. നിന്റെ ഭാവിയെ ചൊല്ലി നീ ഭയപ്പെടേണ്ട, നിന്റെ ഇന്നത്തെ സാഹചര്യത്തെ ചൊല്ലി നീ ഭയപ്പെടേണ്ട. അതിൻ്റെ അകത്ത് ആരുണ്ട്? കർത്താവ് ഇന്നും കൺട്രോളില്ല. ഒന്ന് ഹൃദയത്തിൽ കൈവച്ച് പറയാൻ പറ്റും, നെഞ്ചോട് ഹൃദയത്തിൽ നമുക്ക് കൈവയ്ക്കാൻ പറ്റത്തില്ല, നെഞ്ചത്ത് കൈവച്ചെന്ന് പറയാൻ പറ്റുമോ? എന്ന് പറയാൻ പറ്റുമോ? ഗോഡ് ഈസ് ഇൻ കൺട്രോൾ എന്ന് പറഞ്ഞാട്ടെ. ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. എൻ്റെ ദൈവം ഇന്നും കൺട്രോളിലാണ്. നമ്മൾ പലപ്പോഴും എന്നാ ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിച്ചൊരു വളരെ എന്നെ കർത്താവ് പഠിപ്പിച്ചൊരു കാര്യമാണ്. നമ്മുടെ വണ്ടിയിൽ എന്തിനാ പറയുള്ളൂ ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച് വെച്ചേക്കുന്നത്? ഏതെങ്കിലും ഒരു കാര്യം വെച്ചാൽ പോരായിരുന്നോ? എന്തിനാ അതിനിടയ്ക്ക് ഒരു ബ്രേക്ക് വെച്ചേക്കുന്നത്? ചിലത് നമ്മൾ ചവിട്ടണം, ചിലത് നമ്മൾ നിർത്തണം, ചില ഗിയറുകൾ നമ്മൾ മുന്നോട്ടും പുറകോട്ടേക്കും മാറ്റണം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ചില ഗിയറുകൾ നമ്മൾ മാറ്റേണ്ട സമയം ഇത്. നമ്മുടെ ചില ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ വരേണ്ട സമയം ഇത്. ഞാൻ അവിടെ നിന്ന് വളരെ വേഗത്തിൽ മുന്നോട്ടേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അടുത്ത ഒരു കാര്യം, നമുക്ക് ഈ ഒരു കാര്യമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ PPF എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഞാനത് അടുത്ത ഭാഗത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. PPF പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. അപ്പോൾ ആ കാര്യങ്ങളെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പോയിന്റ് പോലെ ഞാൻ ഒന്ന് പറഞ്ഞ് അതിവേഗത്തിൽ എനിക്ക് മുന്നോട്ട് പോകണം. വളരെ പ്രധാനപ്പെട്ട ഒരു തലത്തിലൂടെ എനിക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പാസ്റ്റിൽ നമ്മൾ എന്തുമായിരുന്നു? മരിച്ചവരായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവരും സ്നാനപ്പെട്ടവരാണ്. സ്നാനപ്പെടുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ക്രിസ്തുവിനോട് കൂടെ നമ്മുടെ പഴയ ജീവിതം മരണപ്പെട്ടു, മരിച്ചിട്ടാണ് നമ്മളിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും ആ നമ്മുടെ പാസ്റ്റ് ലൈഫ് വീണ്ടും തിരിച്ചു വരുന്നുണ്ടോ എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം. ഞാൻ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അടുത്ത സെക്ഷനിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. പാസ്റ്റ് ലൈഫ് നമ്മൾ പാപത്താൽ മരണപ്പെട്ടവരായിരുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്ന കാര്യമുണ്ട്, നാശകരമായ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ദൈവം നമ്മളെ കയറ്റി. ആണോ പ്രിയമുള്ളവരെ? എത്ര പേർക്ക് ആ ബോധ്യമുണ്ട്? കർത്താവെ, പാപിയായിരുന്നൊരു മനുഷ്യനായിരുന്നു ഞാൻ, മറ്റുള്ളവർ തള്ളിയ ഒരു മനുഷ്യനായിരുന്നു ഞാൻ. എൻ്റെ പ്രിയമുള്ളവരെ, 18 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ചാച്ചൻ മരണപ്പെടുന്നതിന് മുമ്പ് ഞങ്ങൾ ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിലാണ് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ പിതാവ് ഒരു ഞായറാഴ്ച പോലും പള്ളി മുടക്കത്തില്ല. ആ പുള്ളിക്കാരൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുമായിരുന്നു. പക്ഷേ ചാച്ചൻ്റെ മരണത്തോടുള്ള സമയത്ത് താൻ കടന്നുപോയ സാഹചര്യത്തിൽ ചർച്ചിൽ നിന്ന് ആരും വന്നില്ല. ആ സമയത്ത് ഹൃദയം വല്ലാതെ തകർന്ന് ഭാരപ്പെട്ടു. ആ സമയത്ത് എൻ്റെ പാസ്റ്റ് ലൈഫ് ഞാനൊരു ഓർത്തഡോക്സിലായിരുന്നു. പക്ഷേ അന്ന് കർത്താവ് എന്നെ വീണ്ടെടുത്തു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രിയമുള്ളവരുടെ മുമ്പാകെ ഇങ്ങനെ ആയിരിക്കും. ഞാൻ പലപ്പോഴും പലയിടത്തും പറയുന്നൊരു സാക്ഷ്യമാണ്. എൻ്റെ പിതാവിൻ്റെ മരണം എനിക്ക് വേദനയാണ്. പക്ഷേ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ പിതാവ് മരിച്ചല്ലോ, നിനക്ക് ചാച്ചനില്ലല്ലോ. പക്ഷെ ഞാൻ അവരോട് പറയുന്ന കാര്യമുണ്ട്, ഭൂമിയിലെ പിതാവ് മാറ്റപ്പെട്ടുവെങ്കിലും സ്വർഗസ്ഥനായ ഒരു പിതാവ് എനിക്കുണ്ട്. സ്വർഗസ്ഥനായ പിതാവ് എനിക്കുള്ളത് കൊണ്ടാണ് ഇന്ന് അഭിമാനത്തോടെ നിങ്ങളുടെ കൂടെ ഞാനായിരിക്കുന്നത്. ചില സമയത്ത് ദൈവം ചിലത് നമ്മളെ പഠിപ്പിക്കും. നമുക്കൊരു പാസ്റ്റ് ലൈഫുണ്ട്. ആ പാസ്റ്റ് ഒരു പക്ഷെ പാപമായിരിക്കാം, പാസ്റ്റ് ലൈഫ് ഒരു പക്ഷെ വേദനയായിരിക്കാം, പാസ്റ്റ് ലൈഫ് നമ്മൾ ഒരു പക്ഷെ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യമായിരിക്കാം. അവിടെ ഒരു പാസ്റ്റ് ലൈഫുണ്ട്. അതിനുശേഷം അവിടെ പ്രസൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അതെന്തെന്നറിയാമോ? ക്രിസ്തുവിലുള്ള ജീവിതവും. ഇന്ന് ഞാൻ ആ ഒരു രീതിയിലായിരിക്കുന്നതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി അഭിമാനമുണ്ട്. അഭിമാനമുണ്ടോ നമുക്ക്? കർത്താവിൽ ഞാൻ ആയിരിക്കുന്നത് കൊണ്ട് എൻ്റെ സകല ഭാരങ്ങളും അറിയുന്നൊരു ദൈവമുണ്ട്. പറയാൻ പറ്റൂ? അത് അധികം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിൻ്റെ 4 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ക്രിസ്തുവിലുള്ള ഒരു പുതിയ ജീവിതം, ക്രിസ്തുവിലുള്ള പുതിയ ജീവിതമാണ് നമ്മുടെ പ്രസൻറ്റ് എന്ന് പറയുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പായിരിക്കും നമ്മൾ രക്ഷിക്കപ്പെട്ടത്. പക്ഷേ ഇന്നും നമ്മൾ ക്രിസ്തുവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ എത്ര പേർക്ക് ഒന്ന് പറയാൻ പറ്റും, കർത്താവെ, അങ്ങ് കൂടെ ഉള്ളത് കൊണ്ടാണ് വലിയ തിരമാലകളുടെ മധ്യം ഞാൻ അകപ്പെടാതിരുന്നത്, അങ്ങ് കൂടെ ഉള്ളത് കൊണ്ടാണ് വലിയ പ്രശ്നത്തിൻ്റെ മധ്യം ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നത്, അങ്ങ് കൂടെ ഉള്ളത് കൊണ്ടാണ് പല വിഷയത്തിനകത്തും ഇന്നും ഉത്തരം കിട്ടാതിരിക്കുമ്പോഴും എനിക്കൊരു ആശ്രയമായിട്ട് എൻ്റെ കർത്താവ് ഇരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ആദ്യം പ്രവാചകനെയൊക്കെ വിളിച്ചാലും നമ്മൾ പിന്നീട് ഓടിച്ചെല്ലുന്നത് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലല്ലേ? അതാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്.
അടുത്ത കാര്യം, അതിനുശേഷമായിട്ട് നമ്മുടെ ഫ്യൂച്ചർ അത് സംഭവിക്കാൻ പോകുന്നത്, അത് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്ന കാര്യമുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടിയിട്ട് ആ നമ്മുടെ മണവാളൻ വരുന്ന സമയത്ത് അദ്ദേഹം നമ്മളെ ചേർത്ത് പിടിക്കുമ്പോൾ അവിടെ നമ്മൾ കർത്താവിൻ്റെ കൂടെ ആയിരിക്കും. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ 10 കന്യകമാരുടെ കഥ നമുക്ക് കാണുവാൻ സാധിക്കും. നടക്കുവാൻ പോകുന്ന സംഭവം. 10 കന്യകമാരിൽ 5 പേര് ബുദ്ധിയുള്ളവരും 5 പേര് ബുദ്ധി ഇല്ലാത്തവരും. പക്ഷേ അതിൽ 5 പേര്, ഇത് കന്യക എന്ന് പറയുമ്പോൾ വിവാഹം കഴിക്കുവാൻ വേണ്ടി നിൽക്കുന്ന ഒരു സഹോദരി എന്നല്ല. കന്യക എന്ന് പറഞ്ഞാൽ ഈ വിവാഹം കഴിക്കുവാൻ വരുന്ന ആ സഹോദരിയുടെ കൂടെ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ദാസിമാരാണ്. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, അത് മത്തായി സുവിശേഷത്തിൽ നമുക്ക് കാര്യം കാണുവാൻ സാധിക്കും. ഞാൻ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു മർമ്മപ്രധാനമായ ഒരു കാര്യം ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. യഹൂദന്മാരുടെ സിസ്റ്റം അനുസരിച്ച് മാരേജിന് 3 തലങ്ങളുണ്ട്. ഒന്നാമത്തെ തലം, ആ വരൻ വധുവിനെ കണ്ടതിന് ശേഷമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, തൻ്റെ ഭവനത്തിലോട്ട് മടങ്ങിപ്പോകും. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജാണ് ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്ന സ്റ്റേജ്. അതിനുശേഷമായിട്ട് ഈ വരൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, അദ്ദേഹം തൻ്റെ ഭവനത്തിലോട്ട് പോയിട്ട് അവിടെ ഈ സഹോദരിക്ക് വേണ്ടിയിട്ട് ഒരു ഭവനം പണിയും, ഒരു റൂം പണിയും. അത് അപ്പൻ്റെ മേൽനോട്ടത്തിലാണ്, ഈ വരൻ്റെ അപ്പൻ്റെ മേൽനോട്ടത്തിലാണ് ആ കാര്യം നടക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ആ കാര്യം നടന്നതിന് ശേഷമായിട്ട് അത് 2ാമത്തെ സ്റ്റേജ്. 3ാമത്തെ സ്റ്റേജ്, അപ്പം പറയുക നമുക്ക് കാര്യം ഓക്കെ, ഇനി നമുക്ക് അവളെ പോയി വിളിക്കണം എന്ന് അപ്പൻ എന്നാണോ പറയുന്നത് അന്ന് മാത്രമേ മണവാളന് വരാൻ പറ്റത്തുള്ളൂ. മണവാളൻ്റെ ഇഷ്ടത്തിന് വരാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് അവിടെ കിടക്കുന്നുണ്ട്. ആ 3 കാര്യത്തെ ഈ പറഞ്ഞ കാര്യത്തോട് ഞാൻ കണക്ട് ചെയ്യട്ടെ. ഒന്ന്, വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു യുവതി. 2ാമത്, ഭവനം ഒരുക്കുവാൻ വേണ്ടി പോയിരിക്കുന്ന വരൻ. 3ാമത്, മടങ്ങി വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആ വരനും കൂട്ടുകാരും. ഈ കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ, അത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഒരു കാര്യം ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു. എൻ്റെ പിതാവിൻ്റെ അടുക്കൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അപ്പോൾ വാസസ്ഥലം ഒരുക്കുവാൻ വേണ്ടി പോയ മണവാളൻ അദ്ദേഹം എന്ന് വരുമെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. എന്ന് പറഞ്ഞാൽ ആ മണവാളനോട് അതാ കർത്താവ് പറയുന്നത്, ആ കർത്താവ് യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവ് പിതാവിനെ മാത്രമല്ലാതെ മറ്റൊരാൾക്കും അറിയത്തില്ല. അപ്പോൾ പിതാവ് പറയുക, അടുത്ത നിമിഷം ഭവനം റെഡിയാണ്, ഭവനം ശരിയാണ് എന്ന് പറഞ്ഞാൽ ഏതടുത്ത നിമിഷവും, തൊട്ടടുത്ത നിമിഷം, അല്ലെങ്കിൽ നമ്മുടെ ഈ മീറ്റിങ്ങിൽ ഇരുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കിടന്നുറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിലായിരിക്കുന്ന സമയത്ത്, ഏത് നിമിഷവും ആ ഒരു വരവ് വരുന്ന സമയത്ത്, പ്രിയമുള്ളവരെ, അതിനെക്കുറിച്ചാണ് പറയുവാൻ സാധിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെയുള്ള ഒരു വാസം നമുക്കുണ്ട്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മണവാളം വരാൻ താമസിച്ചു എന്ന് കണ്ടപ്പോഴാണ് അവരെ ഉറങ്ങിപ്പോയത്. 2 കൂട്ടർ ഉറങ്ങിപ്പോയി. പക്ഷേ രാത്രി ഒരു അനൗൺസ്മെന്റ് കേൾക്കുക. അതിൻ്റെ പ്രത്യേകത, ആ കാലഘട്ടത്തിൽ മണവാളൻ വരുന്നത് രാത്രിയാണ്. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. അത് പാലസ്തീൻ അല്ലെങ്കിൽ യഹൂദ പശ്ചാത്തലത്തിൽ ആ ഭാഗം എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മണവാളൻ രാത്രി വരുമ്പോൾ ഈ മണവാളൻ്റെ കൂടെ അല്ലെങ്കിൽ മണവാട്ടിയുടെ കൂടെ നിൽക്കുന്ന ദാസിമാർ എന്ത് ചെയ്യണം, ഇവിടെ മുന്നോട്ടേക്ക് ചെന്ന് അവരെ വെൽക്കം ചെയ്യണം. അവർ രാത്രി അനൗൺസ്മെന്റ് കേൾക്കുക. എന്തോ അനൗൺസ്മെന്റ്, മണവാളൻ വരാനുള്ള സമയമായിരിക്കുന്നു. ആ അനൗൺസ്മെന്റ് കേൾക്കാൻ പോവുക കേട്ടോ. അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ ഈ ബൈബിൾ സ്റ്റഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും അവിടെ ഉണ്ടാകണം. അല്ലെങ്കിൽ നമ്മുടെ ജോലി കൊണ്ട്, നമ്മുടെ സകല കാര്യങ്ങൾ കൊണ്ട്, നമ്മൾ ആരാധിച്ചതുകൊണ്ട്, എന്തിനേറെ നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ട്, നമ്മൾ കൂട്ടായ്മകളിൽ പങ്കെടുത്തതുകൊണ്ട് കാര്യമില്ല. ഒരു കാലഘട്ടത്തിൽ ആ 5 സഹോദരിമാരും അവർ അതേ നിലവാരത്തിലുള്ളവരായിരുന്നു. ആരാധിച്ചവരാ, പ്രാർത്ഥിച്ചവരാ. പക്ഷേ ചെയ്യുന്നു, രാത്രിയുടെ യാമത്തിൽ അവർ മറന്നുപോയ ചില കാര്യമുണ്ട്. എണ്ണ അത് എടുത്തു വെക്കുവാൻ മറന്നുപോയി. ഇന്ന് ഞാൻ ആ ഒരു കാര്യത്തിൽ ഇങ്ങനെ സംസാരിക്കട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് എണ്ണ നിറയേണ്ട സമയമായി. ഇതാ ആ എണ്ണ കാണിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാ. പരിശുദ്ധാത്മാവ് ഇല്ലാതെ നമ്മുടെ ജീവിതത്തിനകത്ത് യാതൊരു കാര്യവും നടക്കത്തില്ല. അവിടെ നിന്ന് വളരെ വേഗത്തിൽ ഞാൻ മുന്നോട്ട് കടന്നു പോവുക. 1, നമുക്കൊരു പാസ്റ്റ് ലൈഫ് ഉണ്ട്. 2, ആ പാസ്റ്റ് ലൈഫിന് ശേഷമായിട്ട് ക്രിസ്തു നമ്മളെ വീണ്ടെടുത്ത ഒരു സ്ഥലമുണ്ട്. അത് നമ്മുടെ പ്രസന്റ് ലൈഫ്. അതിനുശേഷമാണ് ഇനി ഒരു ഫ്യൂച്ചർ ഉണ്ട്. ആ ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെക്ഷനിൽ നമ്മളത് ഡീൽ ചെയ്യും. ഞാൻ അവിടെ നിന്ന് ഒന്ന് മുന്നോട്ടേക്ക് കടന്ന് പോകട്ടെ. ചെയ്യുന്നു, ഈ 3 കാര്യങ്ങൾ പ്രിയമുള്ളവർ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ഇല്ലുസ്ട്രേഷനാണ്. ആ ഇല്ലുസ്ട്രേഷന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പേജ് നിങ്ങൾ കീറണം. ഒരു പേപ്പർ നിങ്ങളൊന്ന് കീറാവൂ. ഒരു പേപ്പർ നിങ്ങളുടെ ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് കീറാൻ പറ്റിയുള്ള ഒരു പേപ്പർ കീറിയിട്ട് അതിനെന്ത് ചെയ്യണം, അതിനെ പല പല പീസുകളാക്കണം. ഒന്നാക്കാൻ പറ്റൂ, നിങ്ങൾക്ക് ക്യാമറയിൽ അത് കാണിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. എന്ത് ചെയ്യുക, അത് വലിച്ച് എറിയരുത്. എനിക്ക് അതിലൂടെ ഒരു കാര്യം പ്രൂവ് ചെയ്യാനുണ്ട്. ഒരു കാര്യം എനിക്ക് അതിലൂടെ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാ പ്രിയമുള്ളവരും ഒരു പേപ്പർ എടുക്കുക.
ആ പേപ്പർ എടുത്തതിന് ശേഷം ആ പേപ്പർ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കീറാം. നീളത്തിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കീറാം. ഒന്ന് കീറിയാട്ടെ. മീൻസ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് അവിടെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ സ്റ്റഡി നിങ്ങൾ മറന്നുപോയാൽ ഈ ഇല്ലിസ്ട്രേഷൻ നിങ്ങൾ മറക്കത്തില്ല. കാരണം അതിലൂടെ ഒരു കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കുവാനുണ്ട്. മീൻസ് ഒന്ന് കാണിച്ചാട്ടെ. മീൻസ് നിങ്ങൾ കീറുന്നത് ക്യാമറയിൽ നിന്ന് കാണിക്കുകയാണെങ്കിൽ വളരെ നല്ലത്. യെസ്, ഒന്ന് കീറി എത്ര ചെറുതാക്കാൻ പറ്റും നിങ്ങൾ അത്രയും ചെറുതാക്കിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് അവിടെ പഠിപ്പിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ദിവസം പ്രിയമുള്ളവരൊക്കെ ക്യാമറ ഒന്ന് ഓൺ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ്. മറ്റുള്ള പ്രിയമുള്ളവരോട് കൂടെ ഞാനത് റിക്വസ്റ്റ് ചെയ്യുവാണ്. ക്യാമറ ഓൺ ചെയ്യുന്നെങ്കിൽ എല്ലാവരും ഒന്ന് കാണിച്ചാട്ടെ. ക്യാമറയിൽ നിങ്ങളുടെ ആ കയ്യിലുള്ള പേപ്പറുകളൊന്ന് കാണിച്ചാട്ടെ. യെസ്, എനിക്കിപ്പോൾ പല പേപ്പറുകൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയട്ടെ, ഈ പേപ്പറിനെ നിങ്ങൾക്ക് കൂട്ടി യോജിപ്പിക്കാൻ പറ്റൂ? ഞാൻ നിങ്ങൾക്കൊരു ഫ്രീഡം നൽകിയിരുന്നു, നിങ്ങൾക്ക് എങ്ങനെ വേണേലും പേപ്പർ കട്ട് ചെയ്യാം. ആ പേപ്പർ പശ വെച്ചാൽ നമുക്ക് ഒട്ടിക്കാൻ പറ്റും. പക്ഷെ ഞാനൊരു സിമ്പിൾ കാര്യം പറയട്ടെ, ആ ചുരുട്ടിയ പേപ്പർ, കീറിയ പേപ്പർ എല്ലാം കൂടെ ഒന്ന് ചുരുട്ടിക്കുക. നിങ്ങൾ ആ പേപ്പർ എല്ലാം കൂടി ഒരു റൗണ്ട് പോലെ, ഒരു ബോൾ പോലെ ആക്കിയേ. നിങ്ങൾ അതൊന്ന് ഹോൾഡ് ചെയ്തേ. ഒറ്റയൊന്നും മിസ്സാകല്ലേ കേട്ടോ, ഒന്നും മിസ്സാകല്ലേ. അത് ചുരുട്ടി നിങ്ങൾക്കൊരു റൗണ്ട് പോലെ കിട്ടും. അതൊന്ന് ക്യാമറയിൽ കാണിക്കാൻ പറ്റൂ? ഇനി ആ പേപ്പർ ടൈറ്റ് ആക്കിയതിന് ശേഷം നിങ്ങളൊന്ന് കീറാൻ നോക്കിക്കേ. ആ പേപ്പർ നിങ്ങൾ ഇനിയൊന്ന് കീറാൻ നോക്കിക്കേ. കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തോ പ്രത്യേകത. ഇന്നലകളിൽ നമ്മൾ കീറപ്പെട്ടവരായിരുന്നു. ഇന്നലകളിൽ നമ്മൾ വല്ലാത്ത രീതിയിൽ വേദനിക്കുന്നവരായിരുന്നു. ഇന്നലകളിൽ നമുക്കൊരു ഐഡന്റിറ്റി ഇല്ലാത്തവരായിരുന്നു. പക്ഷേ എഫേസ്യ ലേഖനത്തിൽ കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ അത് ഒന്നായിരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ നമ്മൾ ഒന്നാണ്. ക്രിസ്തുവിൽ നമ്മൾ ഒന്നാണ്. അതുകൊണ്ട് തന്നെ അമേൻസ് പറഞ്ഞു, ഒരു തരത്തിലുള്ള പ്രശ്നത്തിനും, അതാ ഭക്തനായ പൗലോസ് മറ്റൊരു സ്ഥലത്ത് പറയുന്നത്, ദാരിദ്ര്യത്തിനോ അല്ലെങ്കിൽ പട്ടിണിക്കോ നഗ്നതയ്ക്കോ വാളിനോ ഇതിനൊന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുവാൻ കഴിയില്ല. എത്ര പേർക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, അമേൻസ് ഒരു കാലഘട്ടത്തിൽ ഞാൻ കീറപ്പെട്ടതാ, ഒരു കാലഘട്ടത്തിൽ ഞാൻ തകരപ്പെട്ടതാ, ഒരു കാലഘട്ടത്തിൽ ഞാൻ വീണു പോയതാ. പക്ഷേ ഇന്ന് അമേൻസ് പറഞ്ഞ കർത്താവ് എന്നെ ചേർത്ത് പിടിച്ചതുകൊണ്ട് ഞാൻ വീണു പോകത്തില്ല. എത്ര പേർക്ക് പറയാനൊരു പ്രാഗൽഭ്യമുണ്ട്? ആ പ്രാഗൽഭ്യത്തിന്റെ പേരാ പ്രിയമുള്ളവരെ കർത്താവ് നമ്മുടെ രക്ഷിതാവാണ് എന്നൊരു ഉറപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടാ ഭക്തന്മാരായ ഏത് മനുഷ്യരോട് ചോദിച്ചാലും അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. അമീൻസ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിയത് കൊണ്ട് അമീൻസ് ഒരിടത്തും തല കുനിക്കുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ ക്ലാസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനിലൂടെ നമ്മൾ കടക്കുവാൻ പോകുന്ന സമയത്ത് ദൈവാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, പാസ്റ്റ് ഫെയിലിയർ ആയിരിക്കും കേട്ടോ. പാസ്റ്റിൽ നമ്മൾ ഒത്തിരി കരഞ്ഞിട്ടുണ്ടാകും കേട്ടോ. പാസ്റ്റിൽ ഒത്തിരി നമ്മൾ ഭാരപ്പെടുന്നുണ്ടാകും കേട്ടോ. പാസ്റ്റിൽ ഒത്തിരി ഇറിറ്റേഷൻ നമുക്ക് ഉണ്ടാകും കേട്ടോ. പക്ഷേ അമേൻസ് പറഞ്ഞു അതിനേക്കാളെല്ലാം അമേൻസ് പറഞ്ഞു ഉപരിയായിട്ട് ഒരു ഫ്യൂച്ചർ വരുവാൻ പോകുന്നുണ്ട്. അമേൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസി എന്നുള്ള ആ വിളിക്ക് വേണ്ടിയിട്ട് അമേൻസ് പറഞ്ഞു കർത്താവ് താൻ ഗംഭീരനാദത്തോടെ വരുവാനുള്ള സമയം അടുത്തിരിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവിടെ നമ്മൾ ഉണ്ടാകണം. കീറപ്പെട്ടിട്ടുണ്ടാകും. കീറിയത് കൊണ്ടാണ് ഇന്ന് അങ്ങനെ ഒന്നിക്കാൻ പറ്റിയത് അല്ലേ? ചില വേദനകൾ അങ്ങനെയാണ് എൻ്റെ സഹോദരിമാരെ, എൻ്റെ മാതാക്കളെ. ചില സമയത്ത് നമ്മൾ കീറപ്പെട്ടത് കൊണ്ടാണ് അനേകർക്ക് നമുക്ക് ആശ്വാസമാകാൻ പറ്റുന്നത്. പൗലോസ് പറയുക, നിങ്ങൾ ക്രിസ്തുവിൻ്റെ പത്രമായിട്ട് മാറണം. ഇന്ന് പത്രം വായിക്കാൻ പോലും പലർക്ക് പേടിയാണ്. പത്രത്തിൽ എന്തുവാ കാണുന്നത്? കൊലപാതകം, പീഡനം, മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ. നമ്മളൊരു പത്രമാണെങ്കിൽ നമ്മൾ വായിക്കുന്ന പ്രിയമുള്ളവർ ജീവിക്കണം. പറയാൻ പറ്റുമോ? എന്നെ വായിക്കുന്നവർ ജീവിക്കണം. എൻ്റെ ജീവിതം കണ്ട് അനേകർ ക്രിസ്തുവിലോട്ട് കടന്നു വരണം. അമേൻസ് പറഞ്ഞു ആ ചിന്തയായിരിക്കണം എഫേസ്യ ലേഖനം പഠിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകേണ്ടത്. ഒന്ന്, മരിച്ചവരായ നമ്മൾ അമേൻസ് പറഞ്ഞു ക്രിസ്തുവിൽ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ആ ജീവൻ നമ്മുടെ അവൻ ശരീരത്തിൽ വ്യാപരിക്കുമ്പോൾ മരണത്തിൻ്റെ ചില ചങ്ങലകളെ, മരണത്തിൻ്റെ ചില അവസ്ഥകളെ നമ്മൾ പൊട്ടിച്ച ക്രിസ്തുവിൽ നമ്മൾ ഒന്നായി മാറണം. മനസ്സിലാകുന്നുണ്ടോ? ഇനി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ആ ചാപ്റ്ററിന്റെ അടുത്ത തലങ്ങളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. PSC എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. PSC 1 തൊട്ട് 3 വരെയുള്ള കാര്യങ്ങളിൽ നമുക്ക് പാപം ഉണ്ടായിരുന്നു. ഞാൻ അടുത്ത സെക്ഷനിൽ ഡീപ്പായിട്ട് ഇടപെടുന്നത് കൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഒരു കമ്പിവാചകം പോലെ പറഞ്ഞ് പോകുന്നത്. PSC ആദ്യം പ്രോബ്ലം. നമുക്കെല്ലാം പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങൾ കാണാൻ പറ്റും. മരണത്തിനായിരുന്നു, അല്ലെങ്കിൽ പാപത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചാൽ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അടുത്തത് 2ാമത്തെ വാക്യം, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അപ്പം നമ്മുടെ ഒരു പ്രോബ്ലം എന്തുവായിരുന്നു? നമ്മൾ പലതിനെയും അനുസരിച്ച് നടന്നു. ഇന്ന് ചോദ്യം, ഇന്ന് അനുസരിച്ച് നടക്കുന്ന ആരെയാ? ക്രിസ്തുവിനെയാണോ അതോ ഈ ലോകത്തെയാണോ?
ആ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങൾ കാണുവാൻ സാധിക്കും. അതിൻ്റെ സൊല്യൂഷനാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് 4-ാമത്തെ വാക്യം തൊട്ട് 18-ാമത്തെ വാക്യം വരെ ക്രിസ്തുയേശുവിൻ്റെ കൃപ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കാണുവാൻ സാധിക്കുന്നത്. അത് 5-ാമത്തെ വാക്യം, ഞാൻ അത് അടുത്ത സെക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 5-ാമത്തെ വാക്യം, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാനിന്ന് ആയത് കർത്താവ് എൻ്റെ കഴിവ് കൊണ്ടല്ല, ഞാനിന്ന് ആയത് എൻ്റെ ജോലി കൊണ്ടല്ല, ഞാനിന്ന് ആയത് എൻ്റെ പൊസിഷൻ കൊണ്ടല്ല, ഞാനിന്ന് ആയത് അവൻ ദൈവത്തിൻ്റെ കൃപയാലാണ് എന്ന് പറയുവാൻ കഴിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. കൃപയാലത്രേ അവൻ പറയണം കേട്ടോ. ചില സമയത്തൊക്കെ ഓർക്കുമ്പോൾ പറയണം, കർത്താവേ കഴിവ് കൊണ്ടല്ല, അമേൻ സുഞ്ഞത് കൃപ കൊണ്ടാണ് ഞാൻ ഇന്ന് ആയിരിക്കുന്നത്, കൃപ കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അമേൻ സുഞ്ഞത് പലപ്പോഴും അമേൻ സുഞ്ഞത് മാനുഷികമായ മേഖലകളുടെ അകത്ത് നമ്മളെ തന്നെ ഉയർത്തുമ്പോൾ ദൈവാത്മാവ് ഇടപെടുക, അല്ല കുഞ്ഞെ, അമേൻ സുഞ്ഞ നിന്റെ കഴിവ് കൊണ്ടല്ല, അമേൻ സുഞ്ഞത് യാതൊരു കഴിവുമില്ലാതിരുന്ന നിന്നെ തിരഞ്ഞെടുത്തത് ദൈവത്തിന്റെ കൃപ കൊണ്ടാണെങ്കിൽ ആ കൃപയാലത്രേ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. പറയാൻ പറ്റുമോ? ഒന്ന് ഹൃദയത്തോട് നെഞ്ചത്തോട് കൈയൊന്ന് ചേർത്ത് പറ, ഞാൻ രക്ഷിക്കപ്പെട്ടത് കൃപയാലാ, ഞാൻ രക്ഷിക്കപ്പെട്ടത് എൻ്റെ കഴിവ് കൊണ്ടല്ല, ഞാൻ രക്ഷിക്കപ്പെട്ടത് ഒരുവൻ ഭൂമിയിലോട്ട് ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാ, അവൻ ജീവിച്ചത് കൊണ്ടാ, അവൻ്റെ പാപങ്ങളെ ചുമന്നത് കൊണ്ടാ. ആ ചിന്ത വരുമ്പോഴാ അതിനെ കഴിഞ്ഞ ദിവസം ഒരു ആൻറ്റി, ഒരു സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക, ഞാനൊരു ചർച്ചിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി കടന്നു പോയതാ. അന്ന് സ്നാനം നടന്ന സമയത്ത് അദ്ദേഹം കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്, എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ സ്നാനത്തെക്കുറിച്ച് പറയുക. ആ വാക്യം ഒന്ന് ഞാൻ എടുത്തോട്ടെ. റോമാലേഖനം 6-ാം അധ്യായത്തിൽ സ്നാനത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അത് വളരെ സുന്ദരമായിട്ട് ആ അധ്യാപിക ആ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകിയൊരു പ്രാർത്ഥന. എന്തോ പ്രാർത്ഥന എന്നറിയാമോ? 6-ാം അധ്യായം നിങ്ങൾ എല്ലാവരും എടുക്കണം. എന്നിട്ട് അദ്ദേഹം പറയുക, 6-ാം അധ്യായം എടുത്തിട്ട് അവിടെ കാണുവാൻ സാധിക്കുന്ന പ്രാർത്ഥന ഇങ്ങനെയാണ്. 6-ാമത്തെ വാക്യം 6-ാം അധ്യായം 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ, ആകയാൽ നാം എന്തു പറയേണ്ടു എന്നൊക്കെ പറഞ്ഞു വരുക. ഈ നാം, നീ അതൊക്കെ വരുന്നോടത്ത് എന്ത് ചെയ്യണം? നമ്മുടെ പേര് ആഡ് ചെയ്യണം. ആകയാൽ സനു എന്തു പറയേണ്ടു, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത്. അങ്ങനെ ഒന്ന് വായിക്കാൻ പറ്റുമോ? നമ്മുടെ പേരൊന്ന് അവിടെ ചേർത്ത് വെച്ച് വായിക്കാൻ പറ്റും. നാം എന്നുള്ളിടത്ത് അല്ലെങ്കിൽ നിങ്ങൾ എന്നുള്ളിടത്ത് നമ്മുടെ പേരൊന്ന് ചേർത്ത് വെച്ച് വായിക്കാൻ പറ്റുന്നുവെങ്കിൽ അവിടെ കാണുന്നൊരു കാര്യമുണ്ട്. അമേശ്വരം അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ ഞാൻ, നാമല്ല ഞാൻ, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. ഇതൊരു ഓർമ്മപ്പെടുത്തല. എന്തോ ഓർമ്മപ്പെടുത്തല? കഴിവ് കൊണ്ടല്ല, കൃപ കൊണ്ടാണെന്നുള്ള ഓർമ്മപ്പെടുത്തല. വായിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. വല്ലപ്പോഴൊക്കെ അവർ പറഞ്ഞൊരു കാര്യം, ഒരു അധ്യാപകനും ഒരു അധ്യാപികയാണ്. ആ കർത്താവിൻ്റെ ദാസൻ പ്രായമുള്ളൊരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം ടൗണിലോട്ട് ഇറങ്ങിയ 4 പേരെടുത്ത് സുവിശേഷം പറയാതെ ചർച്ചിലോട്ട് വരത്തില്ല. അദ്ദേഹം എവിടെ പോലും സുവിശേഷം പറയും. ആ കുടുംബം പഠിപ്പിച്ചെന്നൊരു കാര്യമോ, ദിവസവും അവർ പ്രാർത്ഥിക്കുമെന്ന്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ നേരെ വിരൽ ചൂണ്ടത്തില്ല. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയത്തില്ല. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ അനുഗ്രഹത്തിന് ഏറ്റവും വലിയ തടസ്സം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നത്. 2025 തുടങ്ങിയപ്പോൾ ദൈവാത്മാവിനോട് ഒരു കാര്യം പറഞ്ഞു, 2026 നീ വേറെ ഒരു തീരുമാനം എടുക്കണ്ട, 2025 അവസാനം. ദൈവാത്മാവ് ഇടപെട്ടൊരു കാര്യമാണ്, വായെ സൂക്ഷിക്കുക. വായെ സൂക്ഷിക്കാൻ പറ്റുമോ നമുക്ക്? നമ്മുടെ വാക്കുകൊണ്ട് ആരെങ്കിലും വേദനിക്കുന്നുണ്ടേല്, നമ്മുടെ വാക്കുകൊണ്ട് ആരെങ്കിലും തകരുന്നുണ്ടേല്, നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നിമിത്തം ആരെങ്കിലും വേദനിക്കുന്നുവെങ്കിൽ ഇന്ന് പറയാൻ പറ്റും, കർത്താവേ, പലരുടെയും ജീവിതത്തിൽ ഞാൻ ഡോട്ട് ഇട്ടുകൊണ്ടിരിക്കുക. നമ്മൾ ഡോട്ട് ഇടുവാണോ? അവിടെ പറയുന്ന കാര്യം, ആ വാക്യം ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ കാണുന്നൊരു കാര്യമുണ്ട്. അടുത്ത വാക്ക് അതിൻ്റെ 6-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യം പറയും, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടോ? അത് ഞാൻ അടുത്ത സെക്ഷനിൽ ഞാൻ ഡീൽ ചെയ്യും. ആ ഒരു വിഷയം മരിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവരെ? മരിച്ചതൊക്കെ ഇന്ന് പൊന്തി വരുന്നുണ്ടോ? പല കാര്യങ്ങളും ഇന്ന് പൊന്തി വരുന്നുണ്ടാകും അല്ലേ? ചില വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് പലതും പൊന്തി വരും. ചില പാസ്റ്റേഴ്സിനെ കാണുമ്പോൾ നമുക്ക് പലതും പൊന്തി വരുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാലം അത് ഏറ്റു പറയണം കേട്ടോ. ആ മെയിൻ സുറിഞ്ഞു അവിടെ നിന്ന് വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു തലത്തിലൂടെയും കടന്നു പോകട്ടെ. നമ്മുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ പലതിനും ഇതുപോലെ അടിമകളായിരുന്നു. നമ്മൾ പലതിനും ഇതുപോലെ നമ്മൾ പലതിനും ഈ ഒരു നിലവാരത്തിൽ കടന്നുപോയ തലങ്ങളുണ്ടായിരുന്നു. സ്ക്രീൻ ഷെയറിന് ചെറിയൊരു പ്രോബ്ലം വന്നിട്ടുണ്ട്, ഞാൻ അത് ജസ്റ്റ് ഒന്ന് ചെയ്തോട്ടെ. ആ ഒരു നിലവാരത്തിൽ നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചില അനുഭവങ്ങളായിരുന്നു അല്ലേ?
ആ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് മുന്നോട്ടേക്ക് മടങ്ങി വരുന്ന ഒരു തലം ഉണ്ടാകണം. പലപ്പോഴും ഒരു സെക്കൻഡ്, ആ തലത്തിലൂടെ ഈ പ്രോബ്ലം എന്ന് പറയുന്ന വിഷയത്തെ നമ്മൾ എന്ത് ചെയ്യുക? ഇന്ന് പലപ്പോഴും നമ്മൾ വലിയൊരു കാര്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക അല്ലേ? ആ പ്രോബ്ലത്തെ ഇപ്പോൾ ആ സ്ക്രീനൊന്ന് ഷെയർ ചെയ്യാം. ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെയായിരുന്നു. നമ്മുടെ ജീവിതത്തിനകത്ത് ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ആ പ്രോബ്ലം ആണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു വിടുതൽ ഉണ്ടാകണം. അതിൻ്റെ സൊല്യൂഷനാണ് പ്രിയമുള്ളവരെ 4 തൊട്ടിട്ട് 18 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് നമ്മളെ കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. അടുത്ത കാര്യം, ഇതിനെല്ലാം ഒടുവിലായിട്ട് ഈ കാര്യം നമ്മളെ കണക്ട് ചെയ്യുന്നത് നമുക്കൊരു പുതിയ ഭവനം തരികയാണ്. 1-ാം അധ്യായത്തിൽ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചത് ഓർക്കുന്നുവോ? നമ്മളെ കർത്താവ് അഡോപ്റ്റ് ചെയ്തു. നമ്മൾ ആ ഭവനത്തിൽ ആകേണ്ടവരായിരുന്നില്ല, പക്ഷേ നമ്മളെ അഡോപ്റ്റ് ചെയ്തു. എത്ര പേർക്ക് പറയാൻ പറ്റും കർത്താവിനെ അഡോപ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഞാനിന്ന് ജീവനോടെ ഇരിക്കുന്നതെന്ന്? കർത്താവിനെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. നമ്മുടെ കഴിവുകൊണ്ടൊന്നും അല്ല കേട്ടോ, ദത്തെടുത്തതാ. നമ്മളോട് ഇഷ്ടം തോന്നിയിട്ട്, നമ്മളോട് മനസ്സലിവ് തോന്നിയിട്ട്. 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, ഇന്നും പല പ്രോബ്ലം ഉണ്ട്. പക്ഷേ പറയാൻ പറ്റണം, ക്രിസ്തുയേശുവിലെ കൃപയാൽ ഞാനതിനെ അതിജീവിക്കുന്നു. 3-ാമത്തെ കാര്യം എന്തോ പ്രത്യാശ. അവിടെ കർത്താവിനോട് കൂടെ എനിക്ക് വാഴാൻ പറ്റൂ എന്നുള്ളതാണ് പ്രത്യാശ. അടുത്തൊരു തലത്തിലൂടെ ഞാനൊന്ന് കടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അടുത്തൊരു കാര്യം ഒരു പ്രാക്ടിക്കൽ ഇല്ലുസ്ട്രേഷനാണ്. എനിക്ക് പ്രിയമുള്ള ഉത്തരം എനിക്കിവിടെ ആവശ്യമാണ്. ഈ ഒരു കാര്യം, നമ്മുടെ മൊബൈൽ 0% ചാർജ് ആണെന്ന് ചിന്തിക്കുക. ആ സമയത്ത് ഇത് വർക്ക് ചെയ്യുമോ ഇല്ലയോ? ഞാൻ ചില സമയത്ത് ദൈവത്തിന് നന്ദി പറയും. ചില സമയത്ത് ലൈവായിട്ട് ദൈവം ഇല്ലുസ്ട്രേഷൻസ് വരും. ഇപ്പോൾ ഞാൻ ഈ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ടിരുന്ന കാര്യം കട്ട് ചെയ്തു പോയി അല്ലേ? നിങ്ങൾക്ക് ആ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ കാര്യത്തെ കണക്ട് ചെയ്ത് ചോദിക്കട്ടെ, നമ്മുടെ മൊബൈൽ ഫോൺ ഇപ്പോൾ 0% ആയാൽ അത് വർക്ക് ചെയ്യുമോ ഇല്ലയോ? ഒന്ന് ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റൂ? 0% ആയാൽ അത് വർക്ക് ചെയ്യുമോ ഇല്ലയോ? ഇല്ല. എന്തുകൊണ്ട് അത് വർക്ക് ചെയ്യാതെ? ചാർജ് ഇല്ലാത്തതുകൊണ്ട് അത് ഓഫ് ആയിപ്പോയി. അപ്പൊ നമ്മൾ അടുത്തത് എന്നാ ചെയ്യണം? ചാർജ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം ചാർജ് ചെയ്ത് വരുമ്പോൾ അതൊരു 100% എന്നുള്ള രീതിയിലോട്ട് വരും. 100% ആയ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? 100% ആയാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിക്കുന്നത് അല്ലേ? ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ആത്മീയ ജീവിതം ഇപ്പോൾ എത്ര പെർസെൻറ്റേജിലാണ് ഇരിക്കുന്നത്? 0%, 1%, 15%, ഓർ അതിന് മുകളിൽ, ഓർ 100%. നമുക്ക് തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മളോട് തന്നെ ചോദിക്കാൻ പറ്റുമോ, ഞാൻ എവിടെയാണ് കർത്താവേ ആയിരിക്കുന്നത്? ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു കാര്യം കൂടെ ചേർത്ത് പറയട്ടെ. മൊബൈൽ ഫോണൊക്കെ അപ്ഡേഷൻ ചെയ്യുന്ന ആളുകളുണ്ടോ? മൊബൈൽ ഫോണിനൊക്കെ അപ്ഡേഷൻ ചെയ്യുന്ന പ്രിയമുള്ളവർ നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്താൻ പറ്റൂ? ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. എന്തിനാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്? നമുക്ക് വേണമെങ്കിൽ ആ പഴയ സിസ്റ്റമായിട്ട് ഇരുന്നാൽ പോലെ. എന്തിനാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ഡീപ്പ് തലത്തിലൂടെ നമ്മൾ കിടക്കാൻ പോകും. പറയാൻ പറ്റുമെന്ന്? എന്തിനാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ അപ്ഡേഷൻ ഓപ്ഷൻ വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റൂ? ഒന്ന് പറഞ്ഞാട്ടെ. ഓക്കെ, വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? നല്ല ഉത്തരവാദ. വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? നമ്മൾ എന്തിനാ അപ്ഡേറ്റ് ചെയ്യുന്നത്? പഴയത് കളയാനായിട്ട്. വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു തലത്തിലൂടെ നമ്മൾ കടക്കാൻ പോയി ക്ലാസിന്റെ. ന്യൂവർ വേർഷൻ അതിനകത്തൊന്ന് അപ്ഡേറ്റ് ആയിട്ട് കിട്ടി, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പുതിയത് നല്ല പോയിന്റുകളാണ് പ്രിയമുള്ളവർ പറയുന്ന, നല്ല നല്ല പോയിന്റാണോ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ക്യാമറ ഓഫാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ട്. അത് ഏറ്റവും വലിയ കാര്യമാണ്. എന്തിനാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചറിയാവോ? നമ്മുടെ ക്രിസ്തീയ ജീവിതം അത് ഒരിക്കലും ഞാൻ ബൈബിൾ കോളേജിൽ ഇരിക്കുമ്പോൾ ദൈവാത്മാവിനോട് ഇടപെട്ടൊരു ചോദ്യമാണ്. ഞാൻ ആ മൊബൈൽ ഫോൺ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നു, നിങ്ങളുടെ മൊബൈൽ ഫോൺ അപ്ഡേറ്റ് ചെയ്യണം. 3 കാര്യങ്ങൾ ദൈവാത്മാവ് ആ സമയത്ത് സംസാരിക്കുക. 2-3 വർഷം മുമ്പ് സംസാരിച്ചൊരു കാര്യമാണ്. ഓൾറെഡി നീ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ? അതോ നീ അപ്ഡേറ്റിന് വെയിറ്റ് ചെയ്യുവാണോ? അതോ അപ്ഡേഷൻ നീ മറന്നുപോയോ? ആ ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. അപ്ഡേറ്റ് ആയിട്ടുണ്ടോ നമ്മൾ?
അത് അപ്ഡേറ്റ് ആകാൻ വേണ്ടി നിൽക്കുവാണോ നമ്മൾ? അത് അപ്ഡേറ്റ് എന്ന് പറയുന്ന കാര്യം പോലും മറന്നുപോയോ നമ്മൾ? പക്ഷെ ഓർക്കുക, അപ്ഡേറ്റ് ആകുമ്പോൾ പുതിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകുമെങ്കിൽ, നമ്മൾ 100% റീചാർജ് ആകുമെങ്കിൽ, ഓരോ തവണ നമ്മൾ റീചാർജ് ആകുന്നതോടുകൂടെ എത്രമാത്രം നമ്മുടെ ഹൃദയത്തിനകത്ത് ആ ക്രിസ്തുവിനോടുള്ള സ്നേഹം വർദ്ധിക്കും. എത്രമാത്രം ആ ക്രിസ്തു നമ്മെ പല പല കാര്യങ്ങൾ പഠിപ്പിച്ചു തരും. എത്രമാത്രം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കർത്താവെ പറയാൻ പറ്റും, ഒന്ന് താഴ്മയോടെ സമ്മതിക്കണം. കർത്താവെ അപ്ഡേറ്റ് ചെയ്യാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. ചില സമയത്ത് ഞാൻ ഓഫായി പോയിട്ടുണ്ട്. ചില സമയത്ത് ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ ഒരു കാര്യം അവിടെ നിന്ന് തുറന്നു പറയട്ടെ. കഴിഞ്ഞ ദിവസം ദൈവാത്മ സംസാരിച്ചൊരു കാര്യം, ഈ ബൈബിൾ സ്റ്റഡിയുടെ ഭാഗമായതുകൊണ്ട് എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യം, ഒരിക്കലും ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ, ഞങ്ങൾക്ക് ടീൻസ് ക്ലബിൻ്റെ ഒരു ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബിൽ ഒരു വ്യക്തി ഇങ്ങനെ ഒരു പ്രാർത്ഥനാ വിഷയം ഇട്ടു. പ്രാർത്ഥനാ വിഷയം ഇട്ടപ്പോൾ ഒരാൾ പറഞ്ഞു, ഒരു സഹോദരൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവാത്മാവ് എൻ്റെ മനസ്സിലൊരു കാര്യം കൊണ്ടുവന്നു. എടാ, നീ പ്രാർത്ഥിക്കാന്നൊക്കെ പല മേഖലകളിൽ പറഞ്ഞിട്ടില്ലേ? എത്ര വിഷയം നീ പ്രാർത്ഥിച്ചിട്ടുണ്ട്? ചോദ്യം. ഞാനത് ചോദിക്കുക തന്നെ ചെയ്യും. നമ്മൾ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരോട് നമ്മൾ കാണുമ്പോൾ പറയും, സഹോദര സഹോദരി ഞാനൊരു വിഷയത്തിലൂടെ കടന്നു പോവാം. നമ്മളെന്നാ പറയും? പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അതൊരു കടമായിട്ട് കിടക്കുക. ഒരു കാര്യം കൂടെ ഞാൻ അതിലൂടെ ചേർത്ത് പറയട്ടെ. ഞാൻ ജെയിനി ആൻറ്റിയിൽ നിന്ന് ഒരു 10,000 രൂപ കടം വാങ്ങിയെന്ന് വെച്ചു. ഞാൻ ആൻറ്റിയോട് പറയും, ആൻറ്റി ഇന്ന് കഴിഞ്ഞ് അടുത്ത ആഴ്ച ഞാൻ എന്ത് ചെയ്യും? ആ ക്യാഷ് തിരിച്ചു തരും. ആൻറ്റിക്ക് അടുത്ത ഞായറാഴ്ചയ്ക്കുള്ളിൽ ഞാൻ ക്യാഷ് തരും എന്ന് പറഞ്ഞിട്ട് ഞാൻ ആൻറ്റിക്ക് ക്യാഷ് റിട്ടേൺ ചെയ്തില്ല. അടുത്ത തവണ ഞാൻ പോയി ചോദിക്കും, ആൻറ്റി എനിക്ക് ക്യാഷ് തരുമോ? ആൻറ്റി തരത്തില്ല. പക്ഷേ ആൻറ്റി അടുത്ത് ഞാൻ സൺഡേ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ സൺഡേ കൊടുത്ത ആൻറ്റി അടുത്ത തവണ ആൻറ്റിക്ക് എന്തോ ഒരു ഉറപ്പുണ്ട് അത് കിട്ടുമെന്ന്. എന്താ പ്രത്യേകത? ദൈവത്തിൻ്റെ സന്നിധിയോടെ ചില കടങ്ങൾ കിടക്കുക. ആ കടം വീട്ടാതെ എങ്ങനെയാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുക? എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു ചോദ്യം അത്. നമ്മൾ അനാവശ്യമായിട്ട് നമ്മൾ ഇമോഷന്റെ പുറത്ത് തീരുമാനം എടുക്കരുത്. തെറ്റായിട്ടുള്ളൊരു പ്രവണതയെക്കുറിച്ച് ഞാൻ പറയട്ടെ. അത് പ്രിയമുള്ളവർ അംഗീകരിക്കില്ല എന്നുള്ളത് എനിക്കറിയത്തില്ല. ആവേശത്തിന്റെ പുറത്ത് ഇന്ന് പല ക്യാമ്പുകളിലും പിള്ളേരെ കൊണ്ട് ഡെഡിക്കേഷൻ ചെയ്യിക്കുന്നത് തെറ്റാ. അന്യഭാഷയിൽ ആരാധിച്ചു, കാര്യങ്ങളൊക്കെ ശരിയാ. അവർ സ്വയമായിട്ട് വരുന്നതും ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ബൈബിൾ കോളേജ് ഞാൻ പഠിച്ച സമയത്ത് സൂഷ്യയിൽ ഒത്തിരി പ്രിയമുള്ളവർ വീണ് പോകുന്നത് കാണുന്ന ഒരു ലോകത്തിൽ നിൽക്കുന്നത് കൊണ്ട് അതിന്റെ വേദനയോടെ ഞാൻ പറയട്ടെ. പ്രിയമുള്ളവരെ, ആവേശത്തിൽ ചെയ്യേണ്ട കാര്യമല്ല ആത്മീയ ജീവിതം. ആവേശത്തിൽ ചെയ്യേണ്ട കാര്യമല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം. നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്ത തീരുമാനങ്ങൾ ഇതുപോലെ കടമായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചിട്ട് പല പ്രാർത്ഥനകൾക്ക് മറുപടി വരാതിരിക്കുന്നത്. യോവേൽ പ്രവാചകൻ പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, വിത്ത് കട്ടകളുടെ മേൽ കിടക്കുകയാണ്. അതിന് മുകളിൽ കട്ട കിടക്കുക, പുറത്തോട്ട് വരാൻ പറ്റുന്നില്ല. കട്ടകൾ മാറണം. ഈ ബൈബിൾ സ്റ്റഡിയുടെ അകത്തിരിക്കുമ്പോൾ ചില കട്ടകൾ മാറണം, ചില ഡോട്ടുകൾ മാറണം. അത് മാറാതെ വേണം പ്രിയമുള്ളവരെ. കടക്കാരായിട്ട് നമ്മൾ ഇരുന്നിട്ട് എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ആരാധിച്ചിട്ടും വിടുതൽ നടക്കുന്നില്ല എങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പല ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ പലരുടെ വിഷയത്തിൽ ദൈവാത്മ ഇടപെട്ട കാര്യം എന്താണെന്ന് അറിയുമ്പോൾ, വിടുതൽ നടക്കാത്തതല്ല, ചിലത് മാറാത്തതാ. ചില കടങ്ങൾ കിടക്കുക. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ കടങ്ങളും നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല. പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവേ, ഒത്തിരി കടം എൻ്റെ ജീവിതത്തിൽ കിടക്കുന്നുണ്ട്, പക്ഷെ ഓർക്കുന്ന കടം ഞാൻ ചെയ്യാം. അതിലും ഒരു കാര്യം ഞാൻ പറയാം, തീരുമാനം എടുക്കുമ്പോൾ ആരുടെ നിർബന്ധത്താൽ ആകരുത്. കൂട്ടായ്മയ്ക്ക് പോകുന്ന നിർബന്ധത്താൽ ആകരുത്. മറ്റൊരാളെ ചേർത്ത് പിടിക്കുന്നത് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാകരുത്. ഇന്ന് ഒരു കാര്യം ഞാൻ തുറന്നു പറയാൻ പ്രിയമുള്ളവരെ, മറ്റൊരാൾക്ക് കൊടുക്കേണ്ട അപ്രിസിയേഷൻ നമ്മൾ കൊടുത്തിട്ടില്ല, അത് തെറ്റാ. എനിക്കറിയത്തില്ല ദൈവാത്മാവ് എന്തുകൊണ്ട് അങ്ങനെ ഇടപെടണമെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സഭയുടെ അകത്തൊക്കെ നല്ല രീതിയിൽ ഈ മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ പറയുന്ന ആളുകളുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടാകും. നമ്മൾ എന്നാ പറയും, ഞാനിപ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്താൽ ഇതെവിടെ കിടക്കുന്നേ? ഒരു കാര്യം ഞാൻ തുറന്നു പറഞ്ഞോട്ടെ. മലാക്കി പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? മനുഷ്യനെ ദൈവത്തെ തോൽപ്പിക്കാൻ പറ്റുന്ന മേഖലയെക്കുറിച്ച് അവിടെ പറയാം, ദശാംശത്താലും വഴിപാടിനാലും. ആ ഒരു കാര്യത്തെ മറ്റൊരു രീതി ഞാൻ പറയട്ടെ, ദൈവത്തിന് കൊടുക്കേണ്ട കാര്യം നമ്മൾ എടുത്തു പോയാൽ നമ്മൾ കള്ളന്മാരാ. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട അംഗീകാരം, മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ബഹുമാനം, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കേണ്ടത്, അത് നമ്മൾ എടുത്ത് നമ്മുടെ ഹൃദയത്തിനകത്ത് വെച്ചുകൊണ്ടിരുന്ന നമ്മൾ കള്ളന്മാരാണ്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കള്ളി എന്നുള്ള പേര് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയമുള്ളവരെ, മരിക്കണം. ചില കാര്യങ്ങൾ ഇന്ന് രാത്രികാലം മരിക്കണം. അതുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട ആ ഒരു സെക്ഷനിലൂടെ ഞാൻ കടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഇനി വളരെ പ്രാർത്ഥന എനിക്ക് വേണം പ്രിയമുള്ളവരുടെ.
ഇതുവരെ കടന്നൊരു തലം പോലെയല്ല ഇനി നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. എഫേസ്യ ലേഖനത്തിന്റെ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. നമുക്കൊരു പാസ്റ്റ് ലൈഫ് ഉണ്ട്. അത് ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് തന്നെ അത് എന്ത് ചെയ്യണം? മരിക്കണം. നമ്മൾ അങ്ങോട്ട് ക്രിസ്തുവിൽ ജീവിക്കണം. ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം. അടുത്ത കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലൂടെ നമ്മൾ കടക്കാൻ പോവുക. ഇനി നമ്മൾ അതിന്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ കണക്ട് ചെയ്ത് പഠിക്കാൻ പോവുക. ഇന്ന് ഈ ക്ലാസ് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ ഒരു സമയത്തിനുള്ളിൽ മാക്സിമം ആ കാര്യങ്ങൾ തീർത്ത് അടുത്ത ക്ലാസ്സിൽ ഇത് കണ്ടിന്യൂ ചെയ്യാൻ. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലൂടെ നമ്മൾ കിടക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അതിലൂടെ ഞാൻ കടക്കാൻ പോവുക. 2-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങൾ സ്പിരിച്വൽ ഡെത്ത് ആൻഡ് സിൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കാണുവാൻ സാധിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ആ മനുഷ്യരുടെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് പറയുക, എന്തുവാ ക്രിസ്തുവിന് മുമ്പായിരുന്നപ്പോൾ അവിടെ പ്രത്യേകത, ആത്മീകമായിട്ട് അവർ വല്ലാതെ മരിച്ചിരിക്കുന്നവരാണ്. അവർക്ക് ക്രിസ്തുവിനെ അറിയത്തില്ല. അവർ ആകെ സേവിച്ചത് അർത്തിമേസിനെയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഓർത്തഡോക്സിലാകട്ടെ, മറ്റുള്ള നാമധേയമായിട്ടുള്ള ക്രിസ്ത്യാനിറ്റത്തിലാകട്ടെ, അല്ലെങ്കിൽ മറ്റു മതത്തിലാകട്ടെ, നമ്മൾ അന്ന് അമേൻ പറഞ്ഞ് സേവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് പിൻപറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് മാറേണ്ടത്. ആത്മീകമായിട്ട് മരിച്ചിരിക്കുന്ന ഒരു തലം. അടുത്തൊരു കാര്യം, അവർ പാപത്തിന് അടിമകളായിരുന്നു. അവർ ചെയ്തുകൊണ്ടിരുന്നത് അത്തരത്തിലുള്ള പാപങ്ങളായിരുന്നു. ഇന്ന് നമ്മളെന്തോ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്തുവാ? ഇന്ന് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ? സോഷ്യൽ മീഡിയാസ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ? മരിച്ചവരാ, പക്ഷെ പലതും മരിച്ചിട്ടില്ല. കളഞ്ഞവരാ, പക്ഷെ പലതും കളഞ്ഞിട്ടില്ല. വിട്ടവരാ, പക്ഷെ പലതും വിട്ടിട്ടില്ല. എനിക്കിതിങ്ങനെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട്, കർത്താവിൻ്റെ ഒരു എളിയ ദാസൻ എന്ന നിലയിൽ, പ്രിയമുള്ളവരെ, ചിലത് നമ്മൾ ഇപ്പോഴും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഇമോഷൻസ്. കഴിഞ്ഞ തവണ നമ്മുടെ മീറ്റിംഗ് പറഞ്ഞാന്നോ എന്ന് എനിക്കറിയത്തില്ല. ഇമോഷന്റെ പുറത്ത് നമ്മൾ സ്റ്റാറ്റസ് ഇടാൻ നിൽക്കരുത്. ഇമോഷന്റെ പുറത്ത് മറ്റൊരാളെ കുത്തുന്ന വാക്ക് നമ്മൾ പറയാൻ നിൽക്കരുത്. ഇമോഷന്റെ പുറത്ത് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അവിടെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇമോഷനാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഇമോഷൻ നമ്മൾ വല്ലാതെ കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്കറിയത്തില്ല എന്തുവാ ചെയ്യേണ്ടതെന്ന്. പക്ഷെ ദൈവാത്മാവ് വിടുവിടുക. ഒന്ന്, അവർ ആത്മീകമായിട്ട് മരിച്ചവരായിരുന്നു. ചോദ്യം നമ്മളോട്, ദൈവസഭയുടെ അകത്ത്, നമ്മുടെ ദൈവസഭ പോട്ടെ, നമ്മൾ എന്ന് പറയുന്ന വ്യക്തി ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ, ആത്മീക കൂട്ടായ്മയ്ക്ക് പോകുമ്പോൾ മരിച്ചിട്ടാണോ ഇരിക്കുന്നത്? ചോദ്യം. ക്രിസ്തു ഉണ്ട് എന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും വലിയ പ്രോബ്ലം വരുന്നുവെങ്കിൽ ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ, അവർ ക്രിസ്തുവിനെ ശരിയായ രീതിയിൽ അനുഭവിച്ചിട്ടില്ല. ക്രിസ്തുവിനെ ശരിയായ രീതിയിൽ അംഗീകരിച്ചിട്ടില്ല. ഞാൻ എന്നും പറയുന്നൊരു കാര്യമാണ്, കർത്താവ് യേശു ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം വന്നിട്ടില്ലെങ്കിൽ അത് എൻ്റെ കുറവല്ല, ക്രിസ്തുവിൻ്റെ കുറവല്ല, എൻ്റെ കുറവാണ്. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു സബ്ജക്റ്റ് എടുത്തപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ്, അതിൻ്റെ ചില ഭാഗങ്ങൾ നമ്മൾ ഇതിൽ ഈ ക്ലാസ്സുകളിൽ ഡീൽ ചെയ്യും. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നൊരു കാര്യമാണ്. നമ്മളിപ്പോഴും കടം വാങ്ങിക്കൊണ്ടിരിക്കുവാണോ? നമ്മൾ കൊടുത്ത കടം ഇപ്പോൾ തിരിച്ചു കിട്ടിയിട്ടുണ്ടോ? ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇന്ന് ബോണ്ടേജിലാണ്. ചില കാര്യങ്ങൾ നമ്മൾ വിട്ടതാ. സമാധാനം നമുക്ക് കിട്ടുന്നില്ല, സന്തോഷം നമുക്ക് കിട്ടുന്നില്ല, നമ്മുടെ ജീവിതത്തിനകത്ത് മാറ്റം വരുന്നില്ല. പ്രാർത്ഥിക്കാൻ പോലും നമ്മൾ മറന്നു പോവുക. പക്ഷെ ദൈവാത്മാവ് ഇടപെടുക. ആത്മീകമായിട്ട് നമ്മൾ മരിച്ചു കിടക്കുവാണോ? ചോദ്യം. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഒരാളുടെ ജീവിതത്തിനകത്ത് മാറ്റം വരുന്നുണ്ടോ? പോട്ടെ, നമ്മുടെ ജീവിതത്തിനകത്ത് മാറ്റം വരുന്നുണ്ടോ? നമ്മൾ ബൈബിൾ വായിച്ചിട്ട് നമുക്ക് രൂപാന്തരം വരുന്നുണ്ടോ? ഞാൻ ഇന്നലെ ഒരു കാര്യത്തെക്കുറിച്ച്, ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഇങ്ങനെ കണക്ട് ചെയ്തപ്പോഴാണ് ആ ഒരു സ്റ്റാറ്റസ് ഞാൻ ഇട്ടത്. പല മുഖമൂടികളും ഇന്ന് ആത്മീക ലോകത്തിൽ കടന്നു വരുമ്പോൾ എല്ലാ മുഖമൂടികളും മാറുന്നൊരു സമയമുണ്ട്. അതാ വചനത്തിൽ പറഞ്ഞത്, പതിരും കതിരും ഇപ്പോൾ ഒരുമിച്ച് വളരട്ടെ, പക്ഷേ അതിനെ മാറ്റുന്നൊരു സമയമുണ്ട്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഈ സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറയുന്നൊരു ഉപമയുണ്ട്. മീനിൽ നിന്ന് മീൻ പിടിക്കുന്ന ആ ഒരു മനുഷ്യനോട് പറയുക, അതിൽ ചിലതിനെ പിടിക്കും, അതിന്റെ ചിലതിനെ എന്ത് ചെയ്യും? അതിലോട്ട് തന്നെ തിരിച്ചിടും. തെരഞ്ഞെടുപ്പ് നമുക്കുണ്ടാകണം. ആത്മീക മേഖലയിൽ മരിക്കുവാൻ വേണ്ടിയിട്ടല്ല, ആത്മീക മേഖലയിൽ ഒരു തലമുറയെ ചലിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആത്മീക മേഖലയുടെ അകത്ത് ഇന്ന് നമ്മുടെ ഇടയിൽ
സ്പിരിച്വലി നമ്മൾ വല്ലാതെ മരിച്ചിരിക്കുക. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ കാര്യമുണ്ട്, ജീവനോടെ ഇരിക്കുന്നു എന്ന പേരേ ഉള്ളൂ, പക്ഷെ മരിച്ചിരിക്കുക. യെശയ്യാ പ്രവാചകൻ പറയുന്ന കാര്യമുണ്ട്, അടി തൊട്ട് മുടി വരെ ഒരു സുഖമില്ലെന്ന്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണോ പ്രിയമുള്ളവരെ? നമ്മുടെ ജീവിതത്തിൽ ആ ഒരു അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത്? എങ്കിൽ നമ്മൾ സേവിക്കുന്ന കർത്താവിന്റെ തെറ്റല്ല, നമ്മുടെ തെറ്റാ. ചില കാര്യങ്ങളകത്ത് വിടുതൽ നടക്കാത്തത്, ചില മേഖലകളകത്ത് നമ്മൾ ഇന്നും അതുപോലെ തന്നെ അമൻ കിടക്കുന്നത്. അതിന്റെ അടുത്തൊരു കാര്യം പറയുക, നമ്മൾ ലോകത്തെ അതുപോലെ ലോകവും അതിന്റെ പല മോഹങ്ങളെ നമ്മൾ പിന്താങ്ങിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ എൻ്റെ മാതാക്കൾക്ക് തുല്യമായ പലരും ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. സഹോദരിമാരോട് ഞാനൊരു കാര്യം തുറന്ന് ഞാൻ പറയൂ, എല്ലാ ബന്ധവും നല്ലതല്ല. എല്ലാ ബന്ധവും നല്ലതല്ലെന്ന് പറഞ്ഞാൽ റൈറ്റ് അസോസിയേഷൻ ഉണ്ട്, റോങ് അസോസിയേഷൻ ഉണ്ട്. നല്ലതിനെയും തീയതിനെയും നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ആത്മീകമായി പലതും അഭിനയിക്കുമ്പോൾ, ഒരു പെർഫോമൻസിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, പ്രിയമുള്ളവരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിനകത്ത് അഭിനയം ഉണ്ടാകരുത്. പെർഫോമൻസ് അല്ല ഇത്. ഇന്ന് ഏറ്റവും അധികം അഭിനേതാക്കൾ നമ്മുടെ പെന്തക്കോസ്റ്റിലാണ്. എനിക്കത് പറയുന്നതിൽ അതികഠിനമായ വേദനയുണ്ട്. എന്നാ സംഭവം എന്നറിയാമോ? കഴിഞ്ഞ ദിവസം ദൈവാത്മാവ് നൽകിയ നിയോഗപ്രകാരം ഒരു എഴുത്തെഴുതി, പൊതു ആരാധനയും പ്രൈവറ്റ് ചാറ്റും. എന്തോ പ്രത്യേകത. ആരാധന വരുമ്പോൾ ആ അച്ചച്ചനെ പോലെ ആരാധന, ആ അച്ചച്ചനെ പോലെ പ്രസംഗം. അച്ചച്ചന്മാരെ കണ്ടല്ല, അല്ലെങ്കിൽ അമ്മാമ്മമാരെ കണ്ടല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത്, ക്രിസ്തുവിനെ കണ്ടാകണം നമ്മുടെ ജീവിതം നയിക്കേണ്ടത്. എന്തോ പ്രത്യേകത എന്നറിയാമോ എൻ്റെ പൊന്നു സഹോദരങ്ങളെ? ഒരു വ്യക്തി, നിങ്ങൾക്ക് അറിയാത്തൊരു വ്യക്തി, നിങ്ങൾക്ക് വ്യക്തിപരമായി അറിയാത്തൊരു വ്യക്തി നിങ്ങൾക്കൊരു വീഡിയോ കൂടി ചെയ്താൽ നിങ്ങൾ എടുക്കാൻ നിൽക്കരുത്. കഴിഞ്ഞ ദിവസം ശുശ്രൂഷയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നിൽക്കുന്ന ഒരു സഹോദരി, ഏകദേശം ഒരു 1.5 വർഷമായെന്ന് തോന്നുന്നു, അദ്ദേഹം ഇതുപോലൊരു വീഡിയോ കോളിൽ വന്നു. ആ വീഡിയോ കോൾ ചെയ്ത മറുപുറത്തുള്ള ആ സഹോദരൻ എന്ന് പറയാൻ എനിക്ക് അല്പം മടിയുണ്ട്. ആ മനുഷ്യൻ പല റെക്കോർഡിങ്ങുകൾ സൂക്ഷിച്ചു വെച്ചിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അവളെ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ പല റെക്കോർഡിങ്ങുകളും പലരുടെ കരങ്ങളിൽ ഇരിക്കുന്നുണ്ട് എന്ന് ഓർക്കണം. ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു വീഡിയോ കോൾ യുഗ. എനിക്ക് അറിയത്തില്ല പ്രിയുള്ളൂ, ഇതൊന്നും ഞാൻ പ്രിപ്പയർ ചെയ്ത കാര്യമില്ല. പക്ഷെ ദൈവാത്മാവ് എനിക്ക് അങ്ങനെ അവർ നിർബന്ധത്താൽ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം പറയട്ടെ, വീഡിയോ കോള് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ അതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്നറിയാമോ? ആ കാര്യങ്ങൾ മറ്റൊരു തലത്തിലോട്ട് പോകുമ്പോൾ നമ്മുടെ സഹോദരിമാരുടെ, ഒരിക്കലൊരു സഹോദരി ഒരു കൗൺസിലിന്റെ ഭാഗമായിട്ട് വിളിച്ചതാ, അദ്ദേഹത്തിന്റെ മോർഫ് ചെയ്ത ഒരു ഫോട്ടോ ഒരു പാസ്റ്ററുടെ മകൻ അപ്ലോഡ് ചെയ്തു. എന്താ പ്രത്യേകത? അവൻ അവളെ പ്രൊപ്പോസ് ചെയ്തു, അവളെ റിജക്റ്റ് ചെയ്തു. നമ്മുടെ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യം ഇത്. ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം, തിങ്കൾ തൊട്ട് ശനിയാഴ്ച വരെ ലോകത്തിന് മുമ്പാകെ നടന്നത്. ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, സെപ്പറേറ്റഡ് ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു തലമായിരുന്നു അവർക്ക് അന്നുണ്ടായിരുന്നത്. എഫെസോസ് സഭയെ കുറിച്ചാണെങ്കിൽ നമ്മുടെ സഭയെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി ഇതിലുള്ളത്. തിങ്കൾ തൊട്ട് ശനിയാഴ്ച വരെ ലോകത്തിന്റെ DJ പാർട്ടി. ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞോട്ടെ, ഈ വെള്ള ഡ്രസ്സ് ഇട്ടതുകൊണ്ടോ ക്ലീൻ ഷേവ് ചെയ്തതുകൊണ്ടോ കാര്യമില്ല കേട്ടോ. അവിടെ എത്തണം. അവിടെ എത്തുന്ന സമയത്ത് ചില പതിരുകൾ ദൈവം മാറ്റുമ്പോൾ അമേൻ സ്വതന്ത്രം ചെയ്യുന്നു. അതിൻ്റെ അകത്ത് അമേൻ സ്വതന്ത്രം ചെയ്യുന്നു. നമ്മളിൽ ആരും ഉണ്ടാകരുത് പ്രിയമുള്ളവരെ. എന്തിനാ ഞാൻ ഈ ഒരു കാര്യം തുറന്നു പറയുന്നതെന്ന് അറിയാമോ? ആത്മീക മേഖല കാപട്യമായിട്ട് മാറുമ്പോൾ ആ കാപട്യത്തിന്റെ കർട്ടം വലിക്കുന്നവരായിട്ട് നമ്മൾ മാറരുത്. ഞാൻ പണ്ട് ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കർട്ടൻ വലിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കർട്ടൻ വലിക്കാൻ വേണ്ടി പോകും. കർട്ടൻ വലിച്ചു കഴിഞ്ഞാൽ അടുത്തത് എന്തുവാ? പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഏതെങ്കിലും കർട്ടൻ നമ്മൾ വലിച്ചിട്ടുണ്ടോ? അത്തരത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ ദൈവാത്മാവ് നമ്മളോട് ഇടപെടുന്നുവെങ്കിൽ, 1 ആത്മീകമായിട്ട് മരിച്ചിരിക്കുന്ന തലം, 2 പാപത്തിന് അധീനമായിരിക്കുന്ന തലം. പക്ഷേ ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർ മനസ്സിലാക്കുക, എഫേസ്യ ലേഖനത്തിന്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങളിൽ മനസ്സിലാക്കുക, അവർക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റത്തില്ല. 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങൾ അവരങ്ങനെ മരിച്ചിരിക്കുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യം എങ്ങനെയാ? സിൻ ഈസ് നോട്ട് ജസ്റ്റ് വീക്ക്നെസ്. സിന്ന്, പാപം എന്ന് പറയുന്നത് ഒരു വീക്ക്നെസ് അല്ല.
പക്ഷെ അത് നമ്മുടെ ആത്മീയ മേഖലയെ മരിപ്പിക്കുക. നമ്മുടെ സഭകളുടെ അകത്ത് നിന്ന് എത്രയോ ആളുകൾ ICUലാണെന്ന് അറിയാമോ? നമ്മുടെ ആത്മീക ലോകത്ത് നിന്ന് പലരും ക്രിട്ടിക്കൽ യൂണിറ്റി കിടക്കുമെന്നറിയാമോ? എന്തുകൊണ്ടാ? ഇന്ന് ഈ പ്രസംഗിക്കുന്ന ഞാൻ ഈ വചനത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ വളരെ ഭയത്തോടെ ഞാൻ പ്രസംഗിക്കുന്നത്. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുക, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. ആര് വീണു പോകുന്ന അറിയത്തില്ല, ആര് തകർന്നു പോകുന്ന അറിയത്തില്ല. പക്ഷേ ദൈവാത്മാവ് ഇടപെടുക. എന്തുവാ? വീണു പോകല്ലേ കുഞ്ഞെ, തകർന്നു പോകല്ലേ എൻ്റെ സഹോദര, എൻ്റെ സഹോദരി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത്. നമ്മൾ ആത്മീയയോട് മരിച്ചിട്ടുണ്ടോ? ഞാൻ അടുത്ത ഒരു മേഖലയിലൂടെ ഒന്ന് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തുവാ ചിത്രത്തിന്റെ പ്രത്യേകത? അവൻ്റെ ആത്മാവ് പോകുകയാണ്. മരണത്തെക്കുറിച്ചല്ല കേട്ടോ, ആത്മാവ് പോയിട്ട് അവൻ തകർന്നിരിക്കുക. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ എപ്പോഴെങ്കിലും അല്ല, നമ്മൾ മിക്കവാറൊക്കെ എന്ത് ചെയ്യും? കണ്ണാടി മുഖം നോക്കുന്നവരാണല്ലോ നമ്മളൊക്കെ. ഞാൻ അങ്ങനെ കുറച്ച് സീരിയസ് ആയിട്ട് കാര്യം വന്നത്, ആ ഒരു നിയോഗം വന്നതുകൊണ്ടാണ്. കണ്ണാടി മുഖം നോക്കുന്നവരൊക്കെ ആണല്ലോ ഇവിടെ ഇരിക്കുന്നത് അല്ലേ? എനിക്ക് 4 പേരെ കാണാൻ പറ്റുന്നുള്ളൂ. കണ്ണാടിയിൽ മുഖം നോക്കുമ്പോൾ നമ്മൾ എന്നാ ചെയ്യും? രാവിലെ കുറച്ച് ഒന്നുമില്ലെങ്കിലും കുറച്ച് പൗഡറെങ്കിലൊക്കെ ഇടും അല്ലേ? ചോദ്യം, നല്ല ക്ലീൻ ആയിട്ടുള്ള കണ്ണാടിയിലല്ലേ നമ്മൾ മുഖം നോക്കുക? എപ്പോഴെങ്കിലും നമ്മൾ വിണ്ട് കീറിയ കണ്ണാടി മുഖം നോക്കാറുണ്ടോ? എപ്പോഴെങ്കിലും നമ്മൾ വിണ്ട് കീറി, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എനിക്ക് ക്യാമറ ഓഫാക്കി വെച്ചിരിക്കുന്ന പ്രിയമുള്ളവരൊന്ന് ഉത്തരം തരണം. ഈ വിണ്ട് കീറിയ കണ്ണാടിയിൽ മുഖം നോക്കി എന്തുവാ കാണാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞാട്ടെ. വിണ്ട് കീറിയ കണ്ണാടി മുഖം നോക്കി എന്താ കാണാൻ പറ്റുമോ? എന്ത് കാണാൻ പറ്റുമോ? ഇത് പ്രിയമുള്ളവർ ഏറ്റെടുത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഒരു മൊത്തത്തിലൊരു നിശബ്ദത. ആ നിശബ്ദത നമ്മുടെ ക്ലാസ്സിനെ ബാധിക്കരുത്. പക്ഷേ ഇത് ഒരു ബൈബിൾ പഠനമാണ്. ആർക്കും പറയാൻ പറ്റുമോ? അപ്പോൾ മിക്കവാറും എല്ലാവരും ക്യാമറ ഓണാക്കി വരുന്നുണ്ട്. അപ്പോൾ ഉത്തരം പറയണ്ടല്ലോ. എന്നാലും കുഴപ്പമില്ല. ആരെങ്കിലും ഒരാളെന്ന് പറയാമോ? കണ്ണാടി, വിണ്ട് കീറിയ കണ്ണാടി നമ്മുടെ മുഖം നോക്കി എന്താ കാണാൻ പറ്റുന്നത്? ശരിക്കും കാണാൻ പറ്റത്തില്ല. ക്ലിയർ അല്ല, കാണാൻ പറ്റത്തില്ല. നമ്മളോട് ചോദിച്ചേ. മുഖം പൂർണ്ണമായിട്ട് കാണത്തില്ല, വെച്ച് കീറിയതായിട്ട് കാണും. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കണ്ണാടി ഒട്ടിച്ചാൽ നമുക്ക് ശരിയായിട്ട് മുഖം കാണാൻ പറ്റൂ? കാണാൻ പറ്റത്തില്ല. അപ്പൊ എന്റെ ചോദ്യം, നമ്മുടെ പുറമേ ഉള്ള കണ്ണാടി അങ്ങനെ തകർന്നിരിക്കുവാണെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതം എത്ര തകർന്നിട്ടുണ്ട്? നമ്മുടെ ആത്മീക ജീവിതത്തിൽ എത്ര വിള്ളലുകൾ വന്നിട്ടുണ്ട്? നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഇന്ന് വിള്ളലോട് കൂടിയിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ അവിടെ അടുത്തൊരു ഇമേജ് ഞാൻ പ്രിയമുള്ളവർക്ക് വേണ്ടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. ആ ചങ്ങലകളെ പൊട്ടിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ കർത്താവ് വന്നു എങ്കിൽ ആ കർത്താവിന് ഇന്ന് നമ്മുടെ ചില വിള്ളലുകളെ, ചില വേദനകളെ, ചില പരിഹാസങ്ങളെ, ചില നിന്ദകളെ കൂടെ പൊളിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് വചനത്തിൽ നമ്മൾ വായിക്കുവാൻ പോകുന്നത്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കൃപയാൽ പറയാൻ പറ്റുമോ? എൻ്റെ ചങ്ങലകൾ. ഈ കോവിഡ് ടൈമിൽ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു വാക്ക, ബ്രേക്ക് ദ ചെയിൻ. ചില ചങ്ങലകൾ നമ്മൾ പൊട്ടിക്കണം, ചില കണ്ണികൾ നമ്മൾ പൊട്ടിക്കണം എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ്, ആ മനുഷ്യൻ പൗലോസ് അല്ല പത്രോസ്, അദ്ദേഹം ജയിലിൽ കിടക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവൻ്റെ ചങ്ങല എന്ത് ചെയ്തു? പൊട്ടി. അവ ചോദ്യം, അല്ല പൗലോസേ, അല്ല പത്രോസേ, ഈ ചങ്ങലയുടെ ലോക്ക് എവിടെയാന്നുള്ള കാര്യം നിനക്കറിയാമോ? അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യം എന്താണെന്നറിയാമോ? ചങ്ങലയുടെ ലോക്ക് എവിടെയാന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കൊന്നറിയാം, ഞാൻ ആരെ വിളിച്ചിരിക്കുന്നു. അമേശ്വരം എന്തുകൊണ്ടാണെന്നറിയാമോ? ഇന്ന് ചില ലോക്ക് ആയിട്ട് നമ്മൾ ചില മേഖലകളുടെ അകത്ത് കിടക്കുമ്പോൾ അതിൻ്റെ കണ്ണി ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുമ്പോൾ പല മേഖലകളകത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം വല്ലാതെ ഭാരപ്പെടുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിനുശേഷം അവിടെ ചങ്ങല പൊട്ടിക്കഴിഞ്ഞപ്പോഴാണ് വാതിൽ തുറന്നത്. മനസ്സിലായോ? ഒരു ആത്മീകമായ മർമ്മം അത്. ചുമ്മാതല്ല വാതിൽ തുറന്നത്, ആദ്യം ചങ്ങല പൊട്ടണം. ബ്രേക്ക് ദ ചെയിൻ. ചില കണ്ണികളെ നമ്മൾ എന്ത് ചെയ്യണം? ചില കണ്ണികളെ, ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞോട്ടെ. കുറച്ച് സഹോദരങ്ങൾ വല്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഷയം അടിയിലോട്ട് പോകാൻ തോന്നി നമ്മൾ എന്നാ ചെയ്യും? നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ കുറച്ചുകൂടി എരിവ്, പ്രിയമുള്ളവർ പറയത്തില്ല, അതെനിക്കറിയാം, നമ്മൾ കുറച്ചുകൂടെ എന്ത് ചെയ്യും? എരിവ് കൂട്ടിയിടും. പക്ഷേ ഒരു ദൈവ മനുഷ്യനെ സംബന്ധിച്ചുള്ള അവൻ എന്ത് ചെയ്യണം? അതിൽ നിന്ന് പുറകോട്ട് മാറണം.
എന്ന് പറയുന്നത് പോലെ ചില കണ്ണികളെ, ചില ചെയിനുകളെ നമ്മൾ പൊട്ടിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നമ്മുടെ കുടുംബത്തിനകത്ത് വിടുതൽ നടക്കുന്നത്. പക്ഷേ അതിന് കർത്താവ് ഇന്ന് തയ്യാറാ. കർത്താവ് ചോദിക്കും, ഞാൻ തയ്യാറാ. നിനക്ക് പുറത്തു വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ എത്ര വലിയ വിഷയമാണേലും, ഏതെങ്കിലും അഡിക്ഷൻ ആകട്ടെ, ഏതെങ്കിലും മറ്റ് ചിന്തകളാകട്ടെ, ഏതെങ്കിലും മറ്റ് നിലവാരങ്ങളാകട്ടെ, അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല എന്ന് ചിന്തിക്കുന്ന പ്രിയമുള്ളവരുടെ ആത്മാവിൽ ഞാൻ പ്രഖ്യാപിക്കട്ടെ, ഗലാത്യ ലേഖനത്തിൽ പറയുന്ന സ്വാതന്ത്ര്യത്തിനായ ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അടിമ നുഖത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകരുത്. ഏതൊക്കെയോ വേദനകൾ, ഏതൊക്കെയോ ഫ്രസ്ട്രേഷൻസ്, ഏതൊക്കെയോ മിസ്കമ്മ്യൂണിക്കേഷൻസ്, ഏതൊക്കെയോ ചില പ്രത്യേകമായ മേഖലകൾ ഇന്നൊരു ചങ്ങലയായിട്ട് കിടക്കുമ്പോൾ ആ ചങ്ങലയെ നമ്മൾ എന്ത് ചെയ്യണം? പുറത്തോട്ട് കൊണ്ടുവരണം. അതിനെ പൊട്ടിക്കുവാൻ നമുക്ക് കഴിയണം. അവിടെ നിന്ന് വളരെ വേഗത്തിൽ ഞാൻ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അടുത്തൊരു തലം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ സാൽവേഷൻ എന്ന് പറയുന്ന കാര്യമാണ്, രക്ഷ എന്ന് പറയുന്ന കാര്യമാണ്. ആ 4-ാം വാക്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വാക്യോടുകൂടി വരും. ഈ നോട്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ ദൈവാത്മാവ് ഇടപെട്ടൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. അവിടെ പറയാം, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളിൽ മരിച്ചവരായ നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു കാര്യം വരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലാണ് നമുക്ക് ആ കാര്യം കാണുവാൻ സാധിക്കുന്നത്. അവിടെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, ആ ഒരു കാര്യം കരുണാസമ്പന്നനായ ദൈവമോ എന്ന് പറയുന്ന കാര്യം. ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്ന കാര്യം ബട്ട് ഗോഡ് എന്ന. ബട്ട് എന്തോ ബട്ടിന്റെ പ്രത്യേകത? ആ ബട്ടിന്റെ പ്രത്യേകത ആണ് പക്ഷേ. പറയാൻ പറ്റുമോ? നമ്മൾ തെറ്റിപ്പോയി, പക്ഷേ നമ്മൾ വീണുപോയി, പക്ഷേ നമ്മൾ തകർന്നു പോയി, പക്ഷേ നമ്മൾ തോറ്റുപോയി, പക്ഷേ ഇന്ന് ഏതെങ്കിലും കുറ്റബോധത്തോടു കൂടിയിട്ട് ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ അവരോട് ഞാൻ സംസാരിക്കട്ടെ. അതിൻ്റെ നടുക്കൊരു പക്ഷേ ഇട. എൻ്റെ പൊന്ന സഹോദരങ്ങളെ, നമ്മൾ വീണ് പോയിട്ടുണ്ടാകും, പക്ഷേ നമ്മൾ തകർന്നു പോയിട്ടുണ്ടാകും, പക്ഷേ പറയാൻ പറ്റുമോ? ഇന്ന് അത് പറയുവാൻ നമുക്ക് കഴിയണം. അടുത്തൊരു സ്ലൈഡിൽ നമുക്ക് കാണുവാൻ സാധിക്കും 4 തൊട്ടിട്ട് 10 വരെയുള്ള വാക്യങ്ങളിൽ അത് രക്ഷയെക്കുറിച്ച് കാണിക്കുന്ന കാര്യമാണ്. ആ ചാപ്റ്ററിനെ 3 വരെയുള്ള വാക്യങ്ങളെ കംപ്ലീറ്റ് മാറ്റിയൊരു തലം എന്ന് പറഞ്ഞാൽ ആ ബട്ട് എന്ന് പറയുന്ന വാക്കാ. 3-ാമത്തെ വാക്യം വരെ നശിച്ചതാ, 3-ാമത്തെ വാക്യം വരെ മരിച്ചതാ, 3-ാമത്തെ വാക്യം വരെ തകർന്നതാ. പക്ഷെ അതിൻ്റെ ഇടയിൽ ബട്ട് എന്ന് പറയുന്ന ആ ഒരു വാക്ക് വന്നപ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കാര്യത്തെ മാറ്റിയത് ബട്ട് എന്ന് പറയുന്ന ഒരു വാക്കാണ്. ഇന്ന് നമുക്ക് പറയാൻ പറ്റണം, കർത്താവേ ചില ബട്ട് ഞാനിടാൻ തയ്യാറാണ്. നമ്മൾ ഈ ബട്ട് ഇടുമ്പോൾ നമ്മൾ വാട്ട് ആക്കിയിട്ടാണ് പലപ്പോഴും മാറ്റാറുള്ളത്. ഇതൊക്കെ എന്തല്ലേ, ഇതൊക്കെ എന്തിനാ കേൾക്കുന്നതല്ലേ? അത് മാറ്റിയിട്ട് ബട്ട് പക്ഷേ ആ കർത്താവിനെ സ്നേഹിക്കുന്നു, ആ കർത്താവിനെ തേടി വരുന്നു. എഫേസ്യ സഭയോട് പറയുക, അർത്തിമോസിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെട്ടു, പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര സംശയമാണ്. പക്ഷെ കർത്താവ് പറയുക, സംശയിക്കേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. അതേ കർത്താവ് പറയുക, ഇന്ന് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയങ്ങളോട് പറയുക, ഞാനോ ലോകാവസാനത്തോടെ എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. ആ വാക്കിന് ഭയങ്കര പ്രത്യേകതയാണ് പ്രിയമുള്ളവരെ. ചില സമയത്ത് നമ്മൾ തകർന്നിരിക്കുമ്പോൾ ഈ ബട്ട് എന്ന് പറയുന്ന വാക്കിടണം. അതിന് ഭയങ്കര പവറാണ്. അവിടെ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഈ വാക്യങ്ങൾ കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കൃപ. ദൈവത്തിൻ്റെ ദയ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ. ബട്ട് നമുക്ക് ആ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാണുവാൻ സാധിക്കുന്നത്. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു തലം ഇങ്ങനെ കാണുകയാണ്, കർത്താവ് ആ സാൽവേഷൻ നമുക്കൊരു ഗിഫ്റ്റായിട്ട് തന്നേക്കുക. ഗിഫ്റ്റ് നൽകുന്നതിൻ്റെ പ്രത്യേകത, ആ ഗിഫ്റ്റ് സാധാരണക്കാർക്കല്ല കൊടുക്കുക, ആ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ടവർക്കാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരായതുകൊണ്ടാണ് നമുക്ക് ആ ഗിഫ്റ്റ് തന്നേക്കുന്നത്, അല്ല ചുമ്മാതല്ല ആ ഗിഫ്റ്റ് തന്നേക്കുന്നത്. ഒന്നും കൂടെ വ്യക്തമായി പറഞ്ഞാൽ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ, സാൽവേഷൻ ഈസ് ഗോഡ്സ് ഗിഫ്റ്റ്, നോട്ട് ഹ്യൂമൻ അച്ചീവ്മെന്റ്. നമ്മുടെ അച്ചീവ്മെന്റും അല്ല, നമ്മുടെ പ്രാപ്തി കൊണ്ടല്ല, കർത്താവ് നമ്മളെ ചേർത്ത് പിടിച്ചതുകൊണ്ട്. എന്തിനാ? നശിക്കുന്ന ലോകത്തിന്റെ അകത്ത് നിന്ന് ഒരു കൂട്ടം ആളുകൾ കർത്താവിനെ അറിയണമെന്നൊരു ബോധ്യമുള്ളത് കൊണ്ട്. അടുത്ത വാക്ക് 5-ാമത്തെ വാക്യത്തിൽ പറയുക, നമ്മൾ നേരത്തെ വായിച്ച വാക്യവ, കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത വാക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവ് ആ കൃപ ഒരുക്കിയത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് ഈ നിലവാരത്തിൽ ആയിരിക്കുന്നത്. സാൽവേഷൻ ബൈ ഗ്രേസ്. എപ്പോഴും പറയാൻ പറ്റും നമുക്ക്, കൃപയാൽ നിൽക്കുന്നത്, കൃപയാൽ വീണ് പോകാത്തത്, കൃപയാൽ തകർന്നു പോകാത്തത്, കൃപയാൽ
ഒറ്റപ്പെട്ടപ്പോഴും ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് കൃപയാൽ. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ ഇന്നും അമേൻ പറഞ്ഞത് മൂക്കിൽ നിന്ന് ശ്വാസം വിട്ടുകൊണ്ടിരിക്കുന്നത് കൃപയാൽ. അനേകരുടെ മരണങ്ങൾ കണ്ടപ്പോൾ ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് കയറിയിരിക്കുന്നത് കൃപയാൽ. അനേക കുടുംബങ്ങൾ തകർന്നപ്പോൾ തകരാതിരിക്കുന്നത് കൃപയാൽ. ആരുടെ കൃപ? ദൈവത്തിന്റെ കൃപ. നമുക്ക് വേണ്ടി ദാനമായി നൽകിയ കൃപ, നമ്മളെ സ്നേഹിച്ച കൃപ, നമ്മളെ ചേർത്ത് പിടിച്ച കൃപ. എത്ര പേർക്ക് പറയുവാൻ സാധിക്കും, സാൽവേഷൻ അത് ദൈവത്തിന്റെ ഒരു സമ്മാനമാണ്. അതിന് കർത്താവിനെ യോഗ്യനായി കണ്ടു. 1 തൊട്ട് 3 വരെ വാക്യങ്ങളിൽ പറയുന്നു, മരിച്ചു, പാപത്തിന് അടിമകളായി. പക്ഷേ ആ പക്ഷയാണ് ഇന്ന് രാത്രിക്കാലം നമ്മളെ ചേർത്ത് പിടിക്കുന്നത്. ആ പക്ഷയാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വളരെ മനോഹരമായ ബൈബിളിൽ ഒരു കഥയുണ്ട്. 3 വർഷമായിട്ട് ഫലം കായ്ക്കാത്തൊരു അത്യവൃക്ഷം. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു ആ ഒരു ഭാഗം കിടക്കുന്നത്. അവിടെ കാണുക, ഈ തോട്ടക്കാരൻ വന്ന് ചോദിക്കുക, തോട്ടത്തിന്റെ ഉടയവനോട് ചോദിക്കുക, ഇതിനകത്ത് ഫലം കായ്ക്കുവോ? അദ്ദേഹം പറയുക, ഫലം കായ്ക്കൂ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല, 1 വർഷം കൂടെ മേലാൽ കായ്ച്ചാലോ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാ നമ്മൾ തെറ്റിപ്പോയപ്പോ ഇന്നും കർത്താവ് നമ്മെ ചേർത്ത് പിടിക്കുന്നേ. നമ്മൾ വീണ് പോയപ്പോ ആ കർത്താവ് നമ്മളെ ചേർത്ത് പിടിച്ചത്. എൻ്റെ കുഞ്ഞാത്, എൻ്റെ പ്രാണനാത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കർത്താവിൻ്റെ ചക്കരമുത്തുകളാ. അതുകൊണ്ട് പക്ഷേ കർത്താവ് സ്നേഹിക്കുക കേട്ടോ. കർത്താവ് ഇന്നും തിരിച്ചു വിളിക്കുക കേട്ടോ. ഏതൊക്കെയോ മേഖലകളത്ത് വലിയ ഡോട്ടുകളായിട്ടിരിക്കുമ്പോൾ, ഏതൊക്കെയോ മേഖലകളത്ത് വലിയ കുറ്റബോധമായിട്ടിരിക്കുമ്പോൾ, ഏതൊക്കെയോ മേഖലകളകത്ത് വലിയ ഭാരത്തോടിരിക്കുമ്പോൾ കർത്താവ് പറയുക, തകരത്തില്ല കേട്ടോ, നീ അവസാനിക്കത്തില്ല കേട്ടോ, നിന്നെ തകർക്കത്തില്ല കേട്ടോ. ഇന്ന് അവൻ ദൈവാത്മാവ് നമ്മളോട് ഇടപെടുന്നത് അത് തന്നെയാ. പക്ഷേ പറ, എൻ്റെ പ്രിയമുള്ളവരെ, പറയണം, പക്ഷേ എൻ്റെ കർത്താവേ അങ്ങ് കൂടെ ഉള്ളത് കൊണ്ട്. വളരെ സുന്ദരമാ പ്രിയമുള്ളവരെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. ബട്ട് ഗോഡ്, എത്ര തവണ നമ്മൾ വീണ് പോയതാ, എത്ര തവണ നമ്മൾ തകർന്നു പോയതാ. പക്ഷേ അടുത്തൊരു കാര്യം കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ആ 10-ാമത്തെ വാക്യം വരെയുള്ള കാര്യങ്ങളിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. 4 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസികളെ കുറിച്ച് പറയുന്ന 3 കാര്യങ്ങൾ. ആ വിശ്വാസികളെ അവൻ ജീവിപ്പിച്ചു, നമ്മൾ ജീവനോടെ ഇരിക്കുന്നത് പോലെ. മരണത്തിൽ നിന്ന്, ചില ശാപത്തിൽ നിന്ന്, ചില ബന്ധനങ്ങളിൽ നിന്ന്, ചില തന്ത്രങ്ങളിൽ നിന്ന്, ചില കോട്ടകളിൽ നിന്ന്, ചില പ്രത്യേകമായ അനുഭവങ്ങളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു. പറയാൻ പറ്റുമോ? എൻ്റെ കർത്താവിനെ വിടുവിച്ചു, അതുകൊണ്ട് ഞാനിന്ന് ജീവിക്കുന്നു. ഭക്തനായ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഇനി ജീവിക്കുന്നത് ഞാനല്ലെന്ന്, ക്രിസ്തുവാ എന്നിലൂടെ ജീവിക്കുന്നത്. പറയാൻ പറ്റുമോ? ഇനി ജീവിക്കുന്നത് ഞാനല്ല കർത്താവേ, എന്നിലൂടെ ജീവിക്കേണ്ടത് ക്രിസ്തുവാ. എന്റെ മരിച്ച അനുഭവത്തിനകത്ത് ജീവൻ വെപ്പിക്കേണ്ടത് ക്രിസ്തുവാ. എന്റെ തകർന്ന അനുഭവത്തിനകത്ത് ജീവൻ വെപ്പിക്കേണ്ടത് ക്രിസ്തുവാ. അത് പറയാനുള്ളൊരു പ്രാഗൽഭ്യം നമുക്കുണ്ടാകണം. 2-ാമത്തെ കാര്യം, അവൻ നമ്മളെ ഉയർപ്പിച്ചു കേട്ടോ. ഉയർപ്പിച്ചു. മരണത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, ചില പാരമ്പര്യത്തിൽ നിന്ന്, ചില കൂട്ടുകെട്ടുകളിൽ നിന്ന് ദൈവം നമ്മെ ഉയർപ്പിച്ചു. പറയാൻ പറ്റുമോ? എന്നെ ഉയർപ്പിച്ച ദൈവം. സ്നാനപ്പെടുന്ന സമയത്തെ നമ്മൾ എന്തുകൊണ്ടാണ് വെള്ളത്തിൻ്റെ അടിയിൽ മുക്കി വയ്ക്കാത്തതെന്ന് അറിയാമോ? ആ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ എന്തിനാ പൊക്കുന്നതെന്ന് അറിയാമോ? അത് കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ക്രിസ്തുവിനോട് കൂടെ മരിച്ചു ഉയർത്തെഴുന്നേറ്റവരായ നാം. എത്രയോ തവണ കർത്തൃമേശയ്ക്ക് നമ്മൾ വായിക്കുന്ന ഒരു വാക്യമാണ്, നമ്മളെ തന്നെ എന്ത് ചെയ്യണം? സ്വയം ഒന്ന് വിവേചിക്കണം, നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളോട് പറയും. 1, ജീവിപ്പിക്കുന്ന ദൈവം. 2, ഉയർത്തുന്ന ദൈവം. 3-ാമത്തെ കാര്യം, നമുക്ക് എന്ത് തന്നേക്കുക? ഒരു കസാര തന്നേക്കുക. ലോകം നൽകിയ കസാരയല്ല. കഴിഞ്ഞ തവണ നമ്മൾ കേട്ടതുപോലെ നമ്മളെ ചൂസ് ചെയ്തു, നമ്മളെ അഡോപ്റ്റ് ചെയ്തു, നമ്മളെ വീണ്ടെടുത്തു, നമ്മളെ സീൽ ചെയ്തു. അതുകൊണ്ട് നമുക്കൊരു ചെയർ തന്നേക്കുക. എവിടെ? അവിടെ സ്വർഗത്തിൽ. എൻ്റെ പിതാവിൻ്റെ അടുക്കൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ചിന്തിക്കുക, ആ ഒരു വാക്യം വായിച്ചപ്പോൾ ഈ ലോകത്ത് 800 കോടിയിലധികം ജനങ്ങളുണ്ട്, അല്ലെങ്കിൽ 800 കോടിയോളം ജനങ്ങളുണ്ട്. ഈ ജനങ്ങൾക്കെല്ലാം വേണ്ടി അവിടെ സീറ്റുണ്ട്, സീറ്റുണ്ടെന്ന്. പക്ഷെ ആ സമയത്ത് ആളെ കണ്ടില്ലല്ലോ. നമ്മൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഈ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. ആ വെയിറ്റിംഗ് ലിസ്റ്റിൽ ആളുകൾ മാറി മാറി പോകുമ്പോഴാണ് വെയിറ്റിംഗ് ലിസ്റ്റ് എന്താകുന്നത്. ആളുകൾ ക്യാൻസൽ ചെയ്യുമ്പോഴാണ് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ആളുകൾക്ക് എന്ത് കിട്ടുന്നത്? സീറ്റ് കിട്ടുന്നത്. സ്വർഗത്തിൽ അങ്ങനെയല്ല. ഓൾറെഡി അവിടെ ഭവനമുണ്ട്.
നമ്മൾ പോയില്ലേ നമുക്കേ നഷ്ടം, നമ്മൾ അവിടെ എത്തിയില്ലേ നമുക്കേ നഷ്ടമുള്ളന്നേ. മറ്റുള്ളവർ പോകുകയില്ല എന്നുള്ള കാര്യത്തേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാമോ, സ്വന്തം ആത്മാവിനെ അവിടെ എത്തിക്കാൻ പറ്റണം. കഴിഞ്ഞ ദിവസം വളരെ ചിന്തിപ്പിച്ചൊരു വാക്കുണ്ട്, ഈ ലോകത്തിലെ പണം നമുക്ക് അവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഈ ലോകത്തിലെ ആസ്തി നമുക്ക് അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ കൂടെ ഒരു ആത്മാവിനെ കൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ സുവിശേഷം പങ്കുവെച്ച ഒരാള്, നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് പങ്കുവെച്ച ഒരാള്, ഇന്ന് ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുക, ഒന്ന് ആ കർത്താവിൻ്റെ കൂടെ അവിടെ ഇരിക്കാൻ പറ്റുമോ? കർത്താവിനൂടെ അവിടെ ഇരിക്കണം കേട്ടോ. അവിടെ കസാരകളിയില്ല, അവിടെ ഇന്നത്തെ പെർഫോമൻസ് ഇല്ല, അവിടെ സത്യസന്ധമായി നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു ജീവകിരീടമുണ്ട്, വാടാത്ത കിരീടം. അത് പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് പ്രിയമുള്ളവരെ നമ്മളായിരിക്കേണ്ടത്. അടുത്തൊരു പ്രധാനപ്പെട്ട ഭാഗത്തോട്ട് കടന്നു വന്ന് ഞാൻ ഒരു കാര്യത്തെ അവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കും. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യും. അതിന് 13 തൊട്ടിട്ട് 18 വരെയുള്ള വാക്യങ്ങൾ, 13 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങളിൽ വളരെ പ്രധാനമായ ഒരു കാര്യം കിടക്കുകയാണ്. അവിടെ ഒരു റീകൺസിലിയേഷനാണ് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഒരു വീണ്ടും നമ്മുടെ ലൈഫിൽ ഒരു വലിയൊരു മാറ്റം വരുത്തുന്ന ഒരു മേഖലയാണ് റീകൺസിലിയേഷൻ. നമ്മൾ ഒന്നുകൂടെ പുതുക്കുക. 13 തൊട്ട് 18 വരെ കാണുന്ന കാര്യം ഇങ്ങനെയാ. എന്നാന്നറിയാമോ? അവിടെ പറയുക, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങളിപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. എന്താ പ്രത്യേകത? അതുകൂടെ എനിക്കൊന്ന് തുറന്ന് പറയേണ്ടതായിട്ടുണ്ട്. പഴയ നിയമത്തിൽ മോശ ദൈവത്തിന്റെ പർവ്വതത്തിലൂടെ കടക്കുമ്പോൾ ദൈവം മോശയോട് പറയുന്നൊരു കാര്യമുണ്ട്, ഒരു മനുഷ്യൻ എന്ത് ചെയ്യരുത്, പർവ്വതത്തെ തൊടരുത്. ആ പർവ്വതത്തെ തൊടുന്ന മനുഷ്യനാകട്ടെ മൃഗമാകട്ടെ അതിനെന്ത് ചെയ്യണം, കല്ലെറിഞ്ഞ് കൊല്ലണം. യോശുവയുടെ സമയത്ത് വരുമ്പോൾ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഇവർ കടന്നു പോകാത്തൊരു വഴിയിലൂടെ ഇവർ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ പറയുക, ദൈവത്തിന്റെ പെട്ടകവും ജനവും തമ്മിൽ ഏകദേശം ഒരു കിലോമീറ്ററോളം. ആ വാക്യം നമുക്കൊന്ന് വായിച്ച് അതിലൂടെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ കാണുന്നൊരു കാര്യം ഇങ്ങനെയാ, യോശുവയുടെ പുസ്തകത്തിലാണ് കാണുവാൻ സാധിക്കുന്നത്. അവിടെ എന്തുണ്ടാകണം, ഇത്ര അകലമുണ്ടാകണം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അത് 3-ാമത്തെ അധ്യായത്തിലാണ് കാണുവാൻ സാധിക്കുന്നത്. അവിടെ ആ വാക്ക് ഇങ്ങനെയാ പറയുന്നത്. അതിന്റെ 2-ാമത്തെ വാക്യം തൊട്ട് താഴോട്ട് വായിച്ചു വരുമ്പോൾ, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിന്റെ പിന്നാലെ ചെല്ലണം. 4-ാമത്തെ വാക്യം, എന്നാൽ നിങ്ങൾക്കും അതിന് ഇടയിൽ 2000 മുഴം അകലമുണ്ടാകണം. ഈ 2000 മുഴം എന്ന് പറഞ്ഞാൽ ഏകദേശം 1 കിലോമീറ്ററിനെ കാണിക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ 1 കിലോമീറ്റർ അകലം അന്നുണ്ട്. പക്ഷെ നമ്മൾ വായിച്ച വാക്യത്തിൽ പറയുക, ദൂരസ്ഥരായ നമ്മളെ സമീപസ്ഥരാക്കിയത് ദൈവത്തിന്റെ സ്നേഹമാണെന്ന്. പണ്ട് കാണാൻ പറ്റത്തില്ല, പണ്ട് തൊടാൻ പറ്റത്തില്ല, പണ്ട് ആ ഒരു നിലവാരത്തിൽ കടന്നു പോയിരുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെ 13-ാമത്തെ വാക്യം പറയുക, നിങ്ങളിപ്പോൾ ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ സമീപസ്ഥനായി തീർന്നെന്ന് പറയാൻ പറ്റുമോ? കർത്താവേ, അപ്പാ ഞാൻ സമീപസ്ഥനായിന്ന്. ഒരു പ്രവാചകനും ഒരു പാസ്റ്റേഴ്സിനും കിട്ടാത്ത പ്രിവിലേജാണ് മക്കൾ എന്നുള്ള വിളി. അബ്രഹാമിന് പോലും ആ വിളി കിട്ടിയിട്ടില്ല, യോശുവയ്ക്ക് കിട്ടിയിട്ടില്ല, എന്തിനേറെ കർത്താവിനെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ ഇന്ന് കർത്താവ് നമ്മളെ വിളിക്കുന്നൊരു വിളിയുണ്ട്, അമേഴ്സ് പ്രിയ മക്കൾ എന്നോണം. അതുകൊണ്ടാ സ്നേഹിച്ചേ, അപ്പനായതുകൊണ്ടാ നമ്മളെ വീണ്ടെടുത്തേ, അപ്പനായതുകൊണ്ടാ നമുക്ക് വേണ്ടി കാര്യങ്ങളെ ചെയ്തേ. അവിടെ പറയുക, ക്രിസ്തുയേശുവിന്റെ കൃപയാൽ എന്ന് പറഞ്ഞ ആ ക്രൂശ് നമുക്കൊരു ബന്ധം തരുക, ക്രൂശ് നമുക്കൊരു കുടുംബം തരുക, ക്രൂശ് നമുക്കൊരു ഭവനത്തെ ഒരുക്കുക. കർത്താവ് താൻ ക്രൂശിക്കപ്പെട്ടിട്ട് നിൽക്കുന്ന സമയത്ത് തൻ്റെ ഇഷ്ട ശിഷ്യനായ യോഹന്നാൻ തൻ്റെ അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്. അതെന്താ കാണിച്ചിരുന്നതെന്ന് അറിയാമോ? ക്രൂശ് ഒരു അവസാനമല്ല, ക്രൂശ് ഒരു ആരംഭം. അവിടെ ഒരു പുതിയ കുടുംബം ഉണ്ടാക്കുക. നമുക്കിവിടെ പുതിയൊരു കുടുംബം ഉണ്ടാക്കിയേക്കുന്നത്. ഞാൻ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ദ ക്രോസ് റിസ്റ്റോർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. നമ്മുടെ സകല ബന്ധങ്ങളെയും പുനഃസ്ഥാപിക്കുന്നത് ക്രൂശിലാണ്. നമ്മുടെ സകല ജീവിതത്തെയും പുനഃസ്ഥാപിക്കുന്നത് ക്രൂശിലാണ്. നമ്മൾ ക്രൂശ് കെട്ടിക്കൂടെ നടക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഈ ക്രിസ്ത്യാനികളൊക്കെ ആകുന്ന ആളുകളെ ഒരു ക്രൂശ് കിട്ടി നടക്കുന്നത് നല്ലതാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ എന്നെ തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം പറഞ്ഞ മറുപടി എന്നെ ചിന്തിപ്പിച്ച മറുപടിയാണ്. അപ്പം ഞാൻ ചോദിച്ചു, അതെന്നെ സഹോദര, നമ്മൾ ഈ ക്രൂശ് ഇട്ട് നടക്കണമെന്ന് പറയുന്നത്? പുള്ളി പറയുക, അല്ലേ, ക്രൂശ് ഇട്ടാൽ നമ്മൾ ആരാന്നൊരു ബോധ്യം ഉണ്ടാകുമെന്ന്. പെന്തക്കോസ്തുകാരാണേ, നമുക്ക് എന്തില്ല?
നമ്മൾ ആരാന്ന് ആ പണ്ട് പെന്തക്കോസ്തുകാരെ കണ്ട് പഠിക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ എന്ത് പറയുന്നേ? പെന്തക്കോസ്തുകാരെ കണ്ട് ആണോ നമ്മളെ കുറിച്ച് അങ്ങനെയാണോ പറയുന്നേ? ആരുടെ കുറവാ? കർത്താവിന്റെ കുറവാണോ? അല്ല, നമ്മുടെ കുറവാ. പെന്തക്കോസ്തുകാരെ കണ്ട് പഠിക്കുക എന്ന് പറയുന്ന ഒരു ലോകത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുമ്പോൾ ഈ അമേൻസ് സെക്ഷനിൽ നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ക്രിസ്തുവേശുവിൽ നമുക്ക് പുതിയൊരു ഐഡന്റിറ്റി ഉണ്ട്. നമുക്കൊരു പാസ്റ്റ് ലൈഫ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് നമുക്കൊരു ഫ്യൂച്ചർ ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നറിയാമോ? ആ കർത്താവ് നമുക്ക് വേണ്ടിയിട്ടൊരു മധ്യസ്ഥനായിട്ട് ഇന്ന് നിൽക്കുക. 24 മണിക്കൂർ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മനുഷ്യൻ, അദ്ദേഹം ആ ഒരു മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആ ഒരു കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞ മുന്നോട്ട് കടന്നു പോകട്ടെ. ഒരു നിമിഷം ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? 24 മണിക്കൂറും കർത്താവ് മധ്യസ്ഥ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ഒറ്റ ആഗ്രഹം, ഇവൻ ഇപ്പോൾ എൻ്റെ അടുക്കലോട് ഓടി വരുമെന്ന. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റയ്ക്കല്ല കേട്ടോ. നമ്മൾ ക്രിസ്തുവിനോട് കൂടി ഇരിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല കേട്ടോ. നമ്മളെ അറിയുന്ന കർത്താവ് നമ്മുടെ കൂടെ ചേർന്നിരുന്നു കൊണ്ട് പറയുക, എന്നാന്നറിയാമോ? എൻ്റെ കുഞ്ഞ് അവൻ നശിക്കത്തില്ല, എൻ്റെ കുഞ്ഞ് അവൻ അവസാനിക്കത്തില്ല, എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അവൻ പ്രതീക്ഷകളൊക്കെ പോയിട്ടുണ്ട്. ഒരു നിമിഷം നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക. എന്താ പ്രാർത്ഥിക്കാൻ പോകുന്നത്? കർത്താവെ, ഞങ്ങൾ മരിച്ചിട്ടുണ്ട്, പക്ഷേ കർത്താവ് അതിൽ നിന്ന് ഇന്ന് ഞങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കണം. കർത്താവെ, അമേൻ സ്വന്തം പല മേഖലകളകത്ത് ഞങ്ങൾ തകർന്നിട്ടുണ്ട്, എന്നാൽ അതിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്തു വരണം. അമേൻ പല മേഖലകളകത്ത് ഞങ്ങൾ ചോദ്യചിഹ്നമാ, പക്ഷേ കർത്താവ് ഞങ്ങളെ കൃപ കൊണ്ട് വീണ്ടെടുത്തത് കൊണ്ട് ഈ രാത്രികാലം ഞങ്ങൾ മനസ്സിലാക്കുകയാ ആ കൃപ എന്താണ് എന്നൊരു കാര്യം ഞങ്ങളെ മനസ്സിലാക്കണമേ കർത്താവേ. ഈ രാത്രികാലം പറയാൻ പറ്റുമോ? അപ്പാ, എൻ്റെ ജീവിതത്തിനകത്ത് തെറ്റിപ്പറ്റുപോയി കർത്താവ്, എൻ്റെ ജീവിതത്തിൽ ഡോട്ട് വന്നു പോയി, എൻ്റെ ജീവിതത്തിൽ മുറിച്ചിലുകൾ വന്നു, എൻ്റെ ജീവിതത്തിൽ വേദനകൾ വന്നു, എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്ക് ഞാൻ കൂട്ടുനിന്ന് പോയി. കർത്താവെ, ക്ഷമിക്കണമേ. ഈ രാത്രികാലം അങ്ങനെ നമ്മളൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവെ, ഈ രാത്രികാലം അങ്ങ് ഞങ്ങളോട് സംസാരിച്ച വചനത്തിന് നന്ദി. സകല മാനവ മഹത്വവും ഞങ്ങളുടെ ദൈവത്തിന് കർത്താവ് ഞങ്ങളെ വീണ്ടെടുത്ത് ഒരിക്കലും മരിച്ചവരായിരുന്ന ഞങ്ങളെ, അമേൻ സ്വന്തം ദൂരസ്ഥരായിരുന്ന ഞങ്ങളെ സമീപസ്ഥരായി മാറ്റിയ ആ ദൈവത്തിന്റെ വലിയ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുകയാണ്. അനേകർക്ക് ലഭിക്കാത്ത സ്നേഹം, അനേകർക്ക് കിട്ടാത്ത സ്നേഹം, അമേൻ സ്വന്തം വില കൊടുത്ത് പലതും നേടുന്ന ഈ ലോകത്ത് ഞങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ ചീന്തി കൃപയാൽ ഞങ്ങളെ വീണ്ടെടുത്ത സ്നേഹം, അതിൽ നിന്ന് മാറ്റുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ അശുദ്ധിയും, എല്ലാ ആത്മീക മന്ദതകളും, എല്ലാ അമേൻ സ്വന്തം തകർച്ചകളും അത് ഞങ്ങളുടെ ജീവിതത്തിനകത്തു നിന്ന് മാറിപ്പോകട്ടെ. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ തിരിച്ചറിയുകയാണ് കർത്താവ് തൻ ഗംഭീര നാദത്തോടു കൂടി വരുവാനുള്ള സമയം അടുത്തിരിക്കുമ്പോൾ കർത്താവേ അപ്പ, ഞങ്ങൾ ആരും വീണ് പോകല്ലേ. ആ മനുഷ്യൻ 5 ഉറങ്ങിപ്പോയ ആ മനുഷ്യൻ എണ്ണയില്ലാത്ത ആ സഹോദരിമാരെ പോലെ ഞങ്ങൾ ആയി പോകല്ലേ കർത്താവേ. ആത്മീക മേഖലയുടെ അകത്ത് ഞങ്ങൾ പിടിച്ചു നിൽക്കുവാനുള്ള കഴിവിനെ കർത്താവ് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കഴിവ് കൊണ്ട് ഞങ്ങൾക്ക് നടക്കത്തില്ല, ഞങ്ങളുടെ ക്വാളിഫിക്കേഷൻ കൊണ്ട് ഞങ്ങൾക്ക് നടക്കത്തില്ല, ഞങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഞങ്ങൾക്ക് നടക്കത്തില്ല. പക്ഷെ കർത്താവേ അപ്പ, അങ്ങയുടെ കൃപ കൊണ്ട് മാത്രം ഞങ്ങളെ ഒന്ന് നിറയ്ക്കണമേ. ഞങ്ങളിന്ന് പഠിച്ച കാര്യങ്ങൾ കർത്താവേ ജീവിതത്തിനകത്ത് വലിയൊരു മാറ്റമായിട്ട് മാറട്ടെ. മരിക്കേണ്ട ചില വിഷയങ്ങൾ മരിക്കുവാനും അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാനും കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ആ കുറ്റബോധം പേറിയല്ല ഞങ്ങൾ ഇരിക്കേണ്ടത്. പക്ഷേ എന്ന് പറയുന്ന വാക്ക്, പക്ഷേ, ബട്ട് ഗോഡ്, കർത്താവ് ആ ഒരു വാക്ക് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് തോറ്റുപോയിരുന്നു എങ്കിലും, പക്ഷേ തകർന്നു പോയിരുന്നു, പക്ഷേ കർത്താവ് ഈ രാത്രികാലം ഞങ്ങളിന്ന് തിരിച്ച് കൊണ്ടുവരുന്ന രാത്രികാലമാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലോട്ട്, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലോട്ട്, ആ നിത്യതയിലോട്ട് ഞങ്ങളെ നയിക്കുന്ന രാത്രികാലമായിട്ട് രാത്രികാലം മാറട്ടെ. ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്ന ചെറിയവരും വലിയവരുമായിരിക്കുന്ന ഓരോ പ്രിയമുള്ളവരെയും പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഇതൊരു അനുഗ്രഹമായിട്ട് മാറട്ടെ. കർത്താവ്, ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വം ഉയരണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് വലിയ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ കേട്ട കാര്യം, നമ്മൾ മരിച്ചു, പക്ഷേ നമുക്ക് ആ മരണം ഒരു അവസാനമല്ല. നമ്മൾ തകർന്നു, ആ തകർച്ച ഒരു അവസാനമല്ല. നമ്മൾ വീണുപോയി, ആ വീഴ്ച ഒരു അവസാനമല്ല. അതിനപ്പുറമായിട്ട് കർത്താവ് തന്നെ അവൻ ഏറ്റവും പ്രിയപ്പെട്ടവർ ചേർക്കുവാനുള്ള ഒരു രണ്ടാമത്തെ വരവ് കൂടെയുണ്ട്. അവിടെയാണ് നമ്മൾ ഒരുക്കപ്പെടുന്നത്. അവൻ 2-ാം ലേഖനത്തെക്കുറിച്ച്, 2-ാം അധ്യായത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. ശ്മശാനത്തിൽ തുടങ്ങി വിശുദ്ധമായ ഒരു സ്ഥലത്തോട്ട് എത്തിക്കുന്നു. അമേൻ സുഞ്ഞു ഒരു മരണത്തിൽ തുടങ്ങി ഒരു ജീവിതത്തിൽ അത് അവസാനിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം ഒന്നും അവസാനിച്ചിട്ടില്ല. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ക്ലാസിന്റെ കണ്ടിന്യൂവേഷൻ കർത്താവ് അനുവദിച്ചാൽ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മാറാനത. ഗോഡ് ബ്ലസ്.